പഠന പരമ്പരയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവാരാധനയെക്കുറിച്ചാണ്, ആരാധനാക്രമത്തെക്കുറിച്ചാണ്. ആരാധനാക്രമം, അതിൻ്റെ അർത്ഥം എന്താണ്, അതിനകത്ത് എന്തൊക്കെയാണ് ഉൾച്ചേർന്നിരിക്കുന്നത്, തിരുസഭ എന്തുകൊണ്ടാണ് ഈ ആരാധനാക്രമത്തെ ഇത്രമേൽ വലിയ കാര്യമായി കരുതുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച് തുടങ്ങിയ ഒരു വാചകത്തിൽ കുറിച്ചാണ് നമുക്കിന്നൊരു മണിക്കൂർ സംസാരിക്കേണ്ടത്. അതിങ്ങനെയാണ്: അതിനാൽ ആരാധനാക്രമത്തിൽ നിന്ന്, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒരു നീരുറവയിൽ എന്ന പോലെ നമ്മിലേക്ക് കൃപാവരം പ്രവഹിക്കുകയും ഏറ്റവും ഫലവത്തായി മിശിഹായിലുള്ള മനുഷ്യരുടെ വിശുദ്ധീകരണവും ദൈവമഹത്വവും ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഇതിലേക്കാണ് ഒരു അൾട്ടിമേറ്റ് ഗോൾ, അന്ത്യലക്ഷ്യത്തിലേക്ക് എന്നതുപോലെ സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം നിരതമായിരിക്കുന്നത്. പരിശുദ്ധ സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം നിരതമായിരിക്കുന്ന കൂദാശകൾ, അവയിൽ സംഭവിക്കുന്ന കൃപാവരത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതിങ്ങനെയാണ്: ഒരു നീരുറവയിൽ നിന്നെന്ന പോലെ നമ്മിലേക്ക് കൃപാവരം പ്രവഹിക്കുന്നു. കൂദാശകൾ ആരാധനാക്രമത്തിൽ നിന്ന്, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ നിന്ന്, എല്ലാ കൂദാശകളും ഉൾപ്പെടുന്ന ആരാധനാക്രമത്തിൽ നിന്ന് പൊതുവായിട്ടും വളരെ പ്രത്യേകമായി പരിശുദ്ധ കുർബാനയിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൃപാവരം ഒരു നീരുറവയിൽ നിന്ന് ഒഴുകുന്നത് പോലെ ഒഴുകുന്നു എന്ന് പരിശുദ്ധ സഭ നമ്മോട് പറയുകയാണ്. എന്താണ് ഈ കൃപാവരം? നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് കൃപാവരം. പ്രസാദവരം, വരപ്രസാദം, വരങ്ങൾ, ഇതെല്ലാം നമ്മൾ ധാരാളം കേൾക്കുന്നതാണ്. അപ്പോൾ ഈ പലപ്പോഴും കൂദാശകളെക്കുറിച്ച് പറയുമെങ്കിലും അതിനകത്തെ വരം എന്താണ്, കൃപാവരം എന്താണ്, പ്രസാദവരം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കാര്യമായി സംസാരിക്കാറില്ല. ഞാനങ്ങനെ വളരെ കുറച്ച് സ്ഥലത്തു നിന്നാണ് ഈ പ്രസാദവരത്തെക്കുറിച്ച്, കൃപാവരത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പം ഒരു കൂദാശ പരികർമ്മം ചെയ്യുന്ന സമയത്ത്, വിവാഹം പരികർമ്മം ചെയ്യുന്നു, അതിനകത്ത് വളരെ ആരും തന്നെ എൻ്റെ ഓർമ്മയിൽ അതിൽ നടക്കുന്ന കൃപാവരം എന്താണ് എന്ന് പറയാറില്ല. കൃപാവരം, ഇതിൻ്റെ വിവാഹത്തിൻ്റെ കൃപാവരം സ്വീകരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ കൂദാശകളുടെ കൃപാവരത്തെക്കുറിച്ച് പറയുന്നു, പ്രസാദവരത്തെക്കുറിച്ച് പറയുന്നു. പക്ഷേ ഇങ്ങനെ ക്ലാസ്സുകളിലൊന്നും ഞാൻ അധികം നല്ല ഒട്ടും തന്നെ ഞാൻ മാത്രം കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. പറഞ്ഞിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ആളുകൾ ഒത്തിരി പറയാറുണ്ട്. എനിക്കങ്ങനെ കേൾക്കാൻ ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല അധികം. ഈ കൃപാവരം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രസാദവരം? നമുക്കറിയാം, കൂദാശകൾക്കകത്താണ് കൃപാവരം പ്രധാനമായും പ്രവർത്തിക്കുന്നത്. കൗദാശിക പ്രസാദവരം എന്നാണ് അതിനെ വിളിക്കുന്നത്. കൗദാശിക കൃപാവരം, സാക്രമെൻ്റൽ ഗ്രേസ്. എന്താണിത് എന്നാണ്. ഇത് ഇത്രയും ഗൗരവമുള്ളതാണ്. കാരണം എന്താണെന്നറിയാമോ? എന്താണ് കൂദാശ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, എൻ്റെ ഒരു നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആദ്യ കുർബാന കാലത്തെ ഡെഫിനിഷനാണ്: അദൃശ്യമായ കൃപാവരം ദൃശ്യമായി നൽകാൻ പരിശുദ്ധ സഭയിൽ മിശിഹ ഉപയോഗിക്കുന്ന അടയാളമാണ് കൂദാശ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ കൂദാശകളെല്ലാം എന്താണ്? കാണാൻ കഴിയാത്ത പ്രസാദവരത്തെ കാണാവുന്നത് പോലെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന അടയാളമാണ്. ശരി, ഇതൊരു അടയാളമാണെന്ന് മനസ്സിലായി. കാണാൻ പറ്റാത്ത ഒരു കാര്യത്തെയാണ് കൊടുക്കുന്നത്, കാണാവുന്ന പോലെ കൊടുക്കുന്നത്. എന്താണ് ഈ കൊടുക്കുന്നത്? കാണാൻ കഴിയാത്ത അദൃശ്യമായ കൃപാവരമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കൃപാവരം, കാണാൻ കഴിയാത്ത കൃപാവരം കാണാവുന്നത് പോലെ, തൊടാവുന്നത് പോലെ നമുക്ക് തരാൻ ദൈവം ഉപയോഗിക്കുന്ന അടയാളങ്ങളാണ് കൂദാശകൾ. അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം അറിയേണ്ടത് എന്താണ്? ഈ കാണാൻ മേലാത്ത ഈ കാര്യം എന്താണ് എന്നല്ലേ? ഈ കൃപാവരം എന്താണെന്നല്ലേ? കൃപാവരം എന്താണെന്ന് അറിയാതെയും പറയാതെയും നമുക്ക് കൂദാശ എന്താണെന്ന് പോലും ഒട്ടും മനസ്സിലാവത്തില്ല. കൂദാശയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ കൂദാശകളെ വെറുതെ ഒരു പ്രാർത്ഥനയായിട്ട് കണക്കാക്കുന്നത്. സഭയുടെ ഒരു പ്രാർത്ഥനയാണ്, എല്ലാവരും കൂടി ഇരുന്നിട്ട് പല വിധത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം, അല്ലെങ്കിൽ ചില പാട്ടുകളൊക്കെ പാടുന്നു, ചിലത് എഴുതി വെച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ അതിലൂടെ നൽകാൻ ശ്രമിക്കുന്നതല്ല, തിരുസഭയിലൂടെ മിശിഹ നൽകുന്നത് കൃപാവരമാണ്, പ്രസാദവരം. എന്താണ് ഈ കൃപാവരം, പ്രസാദവരം? ഞാനതിൻ്റെ തിരുസഭ നൽകുന്ന പ്രബോധനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, വളരെ വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതിനുശേഷം ഞാൻ കൃപാവരത്തെക്കുറിച്ച് തിരുസഭ എന്താണ് ഔദ്യോഗികമായി പഠിപ്പിക്കുന്നതെന്ന് അതിനെ തുടർന്ന് പറയാം. അതായത് ഈ കാര്യങ്ങൾ തന്നെ കൂടി ചേർന്നാണ് നമുക്കെപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന പരുവത്തിൽ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറയാം എന്നാണ്, ലളിതമായി മനസ്സിലാക്കാവുന്ന പോലെ. ഒരു സിമ്പിൾ ഡെഫിനിഷൻ, ഇത് നമുക്കറിയാൻ വേണ്ടി ഉള്ള ഒരു ഡെഫിനിഷനാണ്. എന്താണെന്ന് ചോദിച്ചാൽ, എന്താ പറയുക, പ്രത്യേകമായ വരവും സഹായവും, അതിനെയാണ് ഈ പ്രസാദവരം എന്ന് വിളിക്കുന്നത്. പ്രത്യേകമായ വരമാണത്, പ്രത്യേകമാണത്, സഹായമാണത്. ഈ മൂന്ന് കാര്യങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് നമുക്കിത് എന്താണെന്ന് ബേസിക്കായിട്ട് പറഞ്ഞു തുടങ്ങാം. ഒന്നാമത്, കൂദാശകൾ ലഭിക്കുന്ന കൃപാവരം, പ്രസാദവരം, അത് പ്രത്യേകമാണ്. എന്തുകൊണ്ടാണ് പ്രത്യേകം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? പ്രത്യേകം എന്ന് പറയാൻ സ്പെഷ്യൽ ആയതുകൊണ്ടെന്നാണോ? അല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കൂദാശകളിലൊക്കെ ലഭിക്കുന്നത് എന്താണ്? കൃപാവരമാണ്, അല്ലേ? കൂദാശകളെല്ലാം നമുക്ക് തരുന്നത് കൃപാവരമാണ്. മാമോസ് എന്താ തരുന്നത്? സ്വാഭാവികം കൃപാവരമാണ് തരുന്നത്. വിവാഹം എന്താണ് തരുന്നത്?
കൃപാവരമാണ്. പരിശുദ്ധ കുർബാന എന്താ? കൃപാവരമാണ്. രോഗിലേപനം എന്താണ്? കൃപാവരമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേര് കൂടിയിട്ട് പോയിട്ട് രോഗിലേപനം സ്വീകരിച്ചാൽ പോരെ, അപ്പോഴും കൃപാവരമല്ലേ കിട്ടുന്നത് അല്ലേ? എല്ലാത്തിലും കൃപാവരമാണെങ്കിൽ എന്തിനാണ് പല കൂതാശകൾ? എല്ലാ കൂതാശയിലും കൃപാവരമാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഏത് പോയി സ്വീകരിച്ചാലും പോയി. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും കൂടി പോയിട്ട് രോഗിലേപനം അങ്ങ് സ്വീകരിച്ചാൽ അവരുടെ മതിയാകും. ഇവിടെയാണ് പ്രത്യേകം എന്ന വാക്ക് ഉപയോഗിച്ചത്. പ്രത്യേകം. ഓരോ കൂതാശയുടെയും കൃപാവരം പ്രത്യേകമാണ്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രത്യേകമാണ്. വിവാഹത്തിൻ്റെ പ്രസാദപരമല്ല മാമോദീസയുടെ പ്രസാദപരം. അതിൻ്റെ സ്വഭാവത്തിലും അതിൻ്റെ ലക്ഷ്യത്തിലും വലിയ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് പരിശുദ്ധ മാമോദീസയുടെ പ്രസാദപരം എന്തിനുള്ളതാണ്? 4 കാര്യം നമ്മൾ പണ്ട് മാമോദിസയെക്കുറിച്ച് പറഞ്ഞ സമയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ വളരെ പെട്ടെന്ന് ഒരു 1-2 കാര്യം പറയാം. മാമോദിസയുടെ പ്രസാദപരം എന്തിനുള്ള? ഒന്നാമത് ദൈവിക ജീവൻ നൽകുന്നതാണ്. ദൈവത്തിൻ്റെ ജീവൻ. ദൈവം തൻ്റെ ജീവൻ, ഒരു മാനുഷിക ജീവനിൽ ജനിച്ച, ബയോളജിക്കലായിട്ട് ജനിച്ച ഒരു കൊച്ചിന് ദൈവം തൻ്റെ ജീവനെ നൽകുന്നതാണ് ഈ പ്രവൃത്തി. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ദൈവിക ജീവൻ നൽകുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ ദൈവിക ജീവൻ നൽകുന്നത്. രണ്ടാമത് നമ്മൾ പറയും ദൈവമക്കളായിത്തീരുന്നു. സ്വാഭാവികമായും ഈ ജീവൻ ലഭിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ദൈവമക്കളാകുന്നത്. എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ജീവൻ അപ്പനും അമ്മയും തന്നു. അതുകൊണ്ടാണ് നമ്മൾ അപ്പനെ അപ്പൻ എന്ന് വിളിക്കുന്നത്. കാരണം ആ അപ്പനാണ് നമുക്ക് ജീവൻ തന്നത്, ബയോളജിക്കൽ ജീവൻ. അപ്പം അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ മാമോദീസയിൽ ദൈവം തൻ്റെ ജീവൻ തരുന്നു, ദൈവിക ജീവൻ തരുന്നു. ആ ജീവൻ്റെ വ്യത്യാസം എന്താണ്? അത് നിത്യജീവനാണ്, എറ്റേണൽ ലൈഫാണ്. അതൊരു സ്ഥലത്തു നിന്ന് തുടങ്ങിയിട്ട് അങ്ങ് പിന്നെ അവസാനിക്കുന്നില്ല, നിത്യമാണത് ആ ജീവൻ. ഇനി ബയോളജിക്കൽ ജീവൻ എങ്ങനെയാണ്? ഒരു സ്ഥലത്തും തുടങ്ങും. എല്ലാ ബയോളജിക്കൽ ജീവനും, അത് ചെടികളുടെ ആയാലും മൃഗങ്ങളുടെ ആയാലും മനുഷ്യൻ്റെ ആയാലും ഒക്കെ അങ്ങനെയാണ്. ഒരു സ്ഥലത്തുനിന്ന് ആരംഭിക്കും, അത് വികസിക്കും, പിന്നെ അത് ചുരുങ്ങും, പിന്നെ അത് ഇല്ലാണ്ടാവും. ജനിക്കുകയും മരിക്കുകയും ചെയ്യും എല്ലാ മനുഷ്യജീവനും. അപ്പോൾ ആ മനുഷ്യജീവൻ തരുന്ന മാതാപിതാക്കൾ നമുക്കൊത്തിരി പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പൻ എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. പിള്ളേർ പള്ളിക്കൂടത്ത് ഏറ്റവും കൂടി ഇടിവ് വിടുന്നത് അപ്പനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നമുക്ക് വലിയൊരു വൈകാരികമായ. പക്ഷെ അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ബയോളജിക്കൽ ജീവൻ തരുന്ന അപ്പൻ നമുക്ക് വലുതാണെങ്കിൽ ദൈവിക ജീവൻ തരുന്ന ദൈവം നമുക്ക് എന്തുമാത്രം പൂർണ്ണമായ അർത്ഥത്തിൽ അപ്പനാണ്. ദൈവം പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവം അപ്പനാണ്, ദൈവം പിതാവാണ്. ആബാ പിതാവേ എന്ന് വിളിക്കാൻ പറയുന്നത് ആലങ്കാരികമായിട്ടല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ചിലതിനെയൊക്കെ ഇങ്ങനെ ആ രാഷ്ട്രത്തിൻ്റെ പിതാവ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു ആലങ്കാരിക പദമല്ലത്. ദൈവം പിതാവായിരിക്കുന്നത് കൂടുതൽ യഥാർത്ഥമായിട്ടാണ്. ഒരു ബയോളജിക്കൽ ജീവൻ തരുമ്പോൾ അത് ആളപ്പനാവുന്നുവെങ്കിൽ ദൈവിക ജീവൻ, ഒരിക്കലും അവസാനിക്കാത്ത ദൈവിക ജീവൻ തരുമ്പോൾ ഹീസ് അവർ എറ്റേണൽ ഫാദർ, നിത്യമായി നമ്മുടെ പിതാവാണ്. അതുകൊണ്ടാണ് എറ്റേണൽ ഫാദർ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. നിത്യമായി പിതാവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൂർണ്ണതയുള്ള പിതാവ്, ശരിക്കുമുള്ള പിതാവ് എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം പിതാവായിരിക്കുന്നത് നമ്മുടെ ബയോളജിക്കൽ പിതാവായിരിക്കുന്ന അതേ ശക്തിയിലും പൂർണ്ണതയിലുമാണ്. കാരണം നമുക്കറിയാം ഈ ജീവനാണ് നൽകുന്നത്. അപ്പോൾ നോക്കി, മാമോദിസയുടെ പ്രസാദപരം നമുക്ക് ദൈവിക ജീവൻ തരുന്നു, അതുവഴി ദൈവമക്കളാകുന്നു. ഇതിലെന്താ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഇത് ദൈവം ചെയ്യുന്നത്? നമ്മുടെ പാപം മോചിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളായിരുന്നും സാത്താൻ്റെ മക്കളായിരുന്നു നമുക്കറിയാം എന്നൊക്കെ യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണില്ലേ. ദൈവമക്കളായിരുന്നവർ അത് ഉപേക്ഷിച്ച് അധപ്പതിച്ച് പോയ സമയത്ത് ദൈവം നമ്മളെ വീണ്ടെടുക്കുകയാണ്. പരിശുദ്ധ മാമോദീസ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ രക്ഷാകര കർമ്മങ്ങളുടെ പാസ്കൽ മിസ്റ്ററീസിൻ്റെ ദാനമാണ്. അതിനെ നമ്മിലേക്ക് പേഴ്സണലായിട്ട് തരുന്നതാണ് ഈ മാമോദിസയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഉദ്ഭവപാപം നീക്കിക്കളയുന്നു, കർമ്മപാപവും അതിൻ്റെ ശിക്ഷകളും. താമസിച്ചൊക്കെ മാമോദിസ സ്വീകരിക്കുന്ന ആളുകളാണെങ്കിൽ, വലുതായിട്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ പാപങ്ങളെല്ലാം നീക്കിക്കളയുന്നു. ഇനി അടുത്തതെന്താണ്? മിശിഹായുടെ ശരീരത്തിൻ്റെ അവയവമായി മാറുന്നു. ഇതൊക്കെയാണ് ഈ പ്രസാദപരത്തിൻ്റെ കൃപാവരത്തിൻ്റെ ഫലങ്ങൾ. അഥവാ ഈ കാര്യങ്ങൾക്കുള്ളതാണ് മാമോദിസയുടെ കൃപാവരം. ഇനി അങ്ങനെയാണെങ്കിൽ തിരുപ്പട്ടത്തിൻ്റെ കൃപാവരം എന്തിനുള്ളതാണ്? തിരുപ്പട്ടം ഞങ്ങൾ സ്വീകരിച്ച തിരുപ്പട്ടത്തിൻ്റെ കൃപാവരത്തിൽ 3 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. 1, ദൈവജനത്തെ പഠിപ്പിക്കാൻ, 2, വിശുദ്ധീകരിക്കാൻ, 3, നയിക്കാൻ. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വൈദികർക്ക് തിരുപ്പട്ടത്തിൻ്റെ പ്രസാദപരം നൽകുന്നത്. അപ്പോൾ എന്തുണ്ടാവും? അതിനകത്ത് അതിനാവശ്യമായ സകല ഗിഫ്റ്റുകളും കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ടാവും. എന്താ പറയുക, ഒരു ബഞ്ചാണ്, ഒരു പാക്കേജ്, അങ്ങനെ പറയാവുന്ന ഒരു കൃപകളുടെ അനുഗ്രഹങ്ങളുടെ ഒരു പാക്കേജാണ് ഒരു കൂദാശയ്ക്കകത്ത് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് പൗരോഹിത്യത്തിൻ്റെ കൃപാവരത്തിനകത്ത് കൊടുക്കുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വരങ്ങളാണ്. ഒന്നാമത്തേത് പഠിപ്പിക്കാനുള്ള വരമാണ്. സാധാരണ ഒരു മനുഷ്യന് പഠിപ്പിക്കാം. വരം എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു വരുമ്പോൾ ശരിയാവും. പഠിപ്പിക്കാൻ ആർക്കും ഒരു ക്ലാസ് എടുക്കാനൊക്കെ ടീച്ചേഴ്സൊക്കെ ധാരാളമുണ്ട്. പക്ഷേ ആത്മാവിൽ ടച്ച് ചെയ്യുന്നത് പോലെ, ആത്മാവിൽ പരിവർത്തനം വരുത്തുന്നത് പോലെ ദൈവിക കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഭൗമിക കാര്യങ്ങൾ പറയാനായിട്ട് മനുഷ്യൻ്റെ ബുദ്ധിമതി, ദൈവിക കാര്യങ്ങൾ പറയാൻ
ദൈവിക സ്വഭാവമുള്ള ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ദൈവിക സ്വഭാവമുള്ള പ്രബോധനം നൽകുന്നതിന് ദൈവത്തിൻ്റെ ശക്തി ദൈവം നൽകുന്ന അതിനുള്ള ശക്തിപ്പെടുത്തലാണ് ഈ പ്രബോധനത്തിൻ്റെ കൃപാവരത്തിനകത്തുള്ളത്. വൈദികർക്ക് കൊടുക്കുന്ന, പൗരോഹിത്യത്തിൽ കൊടുക്കുന്ന കൃപാവരത്തിനകത്ത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒന്നാമത്തെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്, 2 വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ കൃപാവരം ഉപയോഗിച്ചാണ് വൈദികൻ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നത്. നോക്കി, ഈ വരങ്ങൾ എന്തുമാത്രം ശക്തമാണെന്ന് നോക്കിക്കേ. ഒരു സാധാരണ മനുഷ്യനെ പൗരോഹിത്യത്തിലൂടെ ഈ കൂദാശകൾ പരികർമ്മം ചെയ്യാൻ യോഗ്യതയുള്ളവനാക്കുന്നു. എന്ന് വെച്ചാൽ ഒരു അച്ഛൻ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്താൽ അത് കുർബാനയായി മാറും. അതേസമയം അങ്ങനെ അല്ലാത്ത ഒരു വൈദികനല്ലാത്ത ഒരാൾ ആ തിരുക്കർമ്മം തക്സം മുഴുവനും വെച്ച് ഒരു ഓസ്തിയും വീഞ്ഞും ഒക്കെ എടുത്തു വെച്ച് അതുപോലെ തന്നെ നോക്കി ചെയ്യുമെന്ന് വിചാരിച്ചു, അത് വിശുദ്ധ കുർബാനയാവത്തില്ല, വിശുദ്ധ കുർബാനയായി മാറില്ല. കാരണം എന്താണ്? അതിനെ വിശുദ്ധ കുർബാനയാക്കി മാറ്റുന്നത് ഈ നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ കൃപാവരമാണ്, പൗരോഹിത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പൗരോഹിത്യം ഉണ്ടെങ്കിലേ ഈ കൂദാശ വാലിഡാവുകയുള്ളൂ. ഏത് കൂദാശയും പരികർമ്മം ചെയ്യുമ്പോൾ അങ്ങനെയാണ്. പരിശുദ്ധ കുർബാനയുടെ കാര്യത്തിലാണ്, മറ്റു കൂദാശകളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അത് അദ്ദേഹം ചെയ്താലേ അത് വാലിഡാവുള്ളൂ. ഉദാഹരണത്തിന് ഒരു അച്ഛൻ വേറെ ആൾക്ക് പട്ടം കൊടുക്കാൻ ശ്രമിക്കുകയെന്ന് വിചാരിച്ചു, ചുമ്മാ തമാശയ്ക്ക് പറയാം. ഒരച്ഛൻ ഈ പട്ടത്തിൻ്റെ കർമ്മവിധികളൊക്കെ ഉപയോഗിച്ച് ഒരു പയ്യനെ പട്ടം കൊടുക്കുകയാണ്. എനിക്ക് പട്ടം ഉണ്ടോ, അപ്പോൾ ഞാൻ തരാം. അത് വാലിഡ് ആവത്തില്ല, അത് സംഭവിക്കുകയില്ല. കാരണം എന്താണ്? ആ കൃപാവരത്തിനകത്ത്, ഈ പൗരോഹിത്യത്തിൻ്റെ കൃപാവരത്തിനകത്ത് ആ ഗിഫ്റ്റ് ഇല്ല. മൂന്നാമത്തെ എന്താണ്? ഭരണമാണ്, ഭരിക്കാനുള്ള, നയിക്കാനുള്ള ദൗത്യമാണ്. എന്ന് വെച്ചാൽ ദൈവജനത്തെ സത്യവിശ്വാസത്തിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും അതിനാവശ്യമായ നേതൃത്വം നൽകാനും അതിനാവശ്യമായ ദിശാബോധം നൽകാനും നിയന്ത്രണം നൽകാനും ഒക്കെ സഹായിക്കുന്ന ഭരണത്തിന് വേണ്ടിയുള്ള വരമാണ് ഇതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ നോക്കി, ചുരുക്കത്തിൽ പറഞ്ഞാൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ ആവശ്യമായതെല്ലാം ദൈവം വരമായി വൈദികന് നൽകും. അതിനകത്ത് ആ അച്ഛൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ വരത്താൽ ചെയ്യാനുള്ള കൃപ തരികയാണ് ചെയ്യുന്നത്, വരം കൊണ്ട് ചെയ്യാനായിട്ടുള്ള. ഇപ്പോൾ ഉദാഹരണത്തിന് വിവാഹത്തിനകത്ത് എന്താണ് നൽകുന്നത്? വിവാഹത്തിനകത്ത് എന്താ കൊടുക്കുന്നത്? ഇവിടെ കൂടിയിരിക്കുന്നതിൽ വലിയൊരു ശതമാനം ആളുകൾ വിവാഹത്തിൻ്റെ കൃപാവരം സ്വീകരിച്ചവരാണ്, കൂദാശ സ്വീകരിച്ചതാണ്. അപ്പോൾ കൂദാശയ്ക്ക് അത് സ്വാഭാവികമായും കൃപാവരം കിട്ടിയിട്ടുണ്ട്. എന്താണ് വിവാഹത്തിൻ്റെ കൃപാവരത്തിനകത്തുള്ളത്? വിവാഹത്തിൻ്റെ കൃപാവരം എന്തിനു വേണ്ടിയുള്ളതെന്ന് ചോദിച്ചാൽ, കുടുംബജീവിതം അർത്ഥപൂർണമായി മീനിങ്ഫുള്ളായിട്ട് സംതൃപ്തിയോടെ നയിച്ച് ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ നിറവേറ്റി സ്വർഗത്തിലെത്തിച്ചേരാൻ വേണ്ടിയുള്ളതാണ് വിവാഹത്തിൻ്റെ കൃപാവരം. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. കുടുംബജീവിതം അതാണല്ലോ അതിൻ്റെ കേന്ദ്രം. പൗരോഹിത്യത്തിൻ്റെതല്ല, കുടുംബജീവിതത്തിൻ്റെതാണ്. അപ്പോൾ കുടുംബജീവിതം അതെങ്ങനെ ഒന്ന് അർത്ഥപൂർണ്ണമായിട്ട് മീനിങ്ഫുള്ളായിട്ട്. ചില ആളുകളൊക്കെ കുറേ കാലം കഴിയും പറയല്ലേ, എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ജീവിച്ചത്? കുറേ ആൾ ജീവിച്ചു, പിള്ളേരൊക്കെ ഉണ്ടായി, കുറേ പണിയൊക്കെ എടുത്ത് കാശൊക്കെ ഉണ്ടാക്കി, എന്നിട്ടിപ്പം എന്ത്? അങ്ങനെ ജീവിതത്തിന് മീനിങ് ഇല്ല എന്ന് ആളുകൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിന് അർത്ഥമുണ്ടാവുക എന്നുള്ളതാണ്. വെറുതെ ഇങ്ങനെ അങ്ങ് ജീവിച്ചു, അത് ആളെ തന്നെ നശിപ്പിച്ച് കളയും. ജീവിതത്തിന് മീനിങ് ഉണ്ടാവുക എന്നുള്ളത് അർത്ഥപൂർണ്ണമായി സംതൃപ്തിയോടെ. ഇത് രണ്ടാമത്തെ കാര്യമാണ്, സംതൃപ്തി. തൃപ്തിയോടുകൂടെ നയിക്കാൻ പറ്റുക. സംതൃപ്തി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കുവേ, സംതൃപ്തിയാവും. എങ്ങനെ സംതൃപ്തിയാവുക? അതൊക്കെ ഉണ്ടാ ശരിയാവും. ഒരു വലിയ വീട് പണിയാൻ പറ്റിയായി, ഉത്തരവാദിത്തങ്ങളൊക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് മക്കളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ കഴിഞ്ഞു, സംതൃപ്തിയാവും. ഇങ്ങനെയൊന്നും സംതൃപ്തി ആവത്തില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, സമ്പത്തുള്ള കുടുംബമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്ന അങ്ങനെയൊക്കെ ഒത്തിരിയുള്ള ആൾക്കാർ, നമ്മൾ ഒരുപക്ഷെ അതോടെ കിട്ടിയാൽ സംതൃപ്തിയാകും എന്ന് നമ്മൾ കരുതിയിട്ടുള്ള ആളുകൾ, അങ്ങനെ കുറേ പേരുണ്ടല്ലോ. അതിലൊത്തിരി പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ടല്ലേ, അവർ ജീവിതം എടുത്ത് എന്ന് പറഞ്ഞു പോകുന്നുണ്ടല്ലേ. സംതൃപ്തി എന്ന് പറയുന്നത് ഒരു ദൈവിക ദാനമാണ്. അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ ആത്മാവിൽ അനുഭവിക്കുന്നതാണ് സംതൃപ്തി. പുറത്തനുഭവിക്കുന്ന കാര്യങ്ങൾ ഒരു സന്തോഷവും രസവും ഒക്കെയാണ്, അതൊക്കെ നമുക്ക് പുറത്തനുഭവിക്കും. പക്ഷേ ഈ സംതൃപ്തി എന്ന് പറയുന്നത്, എനിക്ക് സംതൃപ്തിയായി എന്ന് പറയാൻ കഴിയുന്നത്, നമ്മൾ സാധാരണ ആ വാക്കിനെ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിലൊക്കെ സംതൃപ്തി, ഭക്ഷണം കഴിച്ച് സംതൃപ്തി എന്നൊക്കെ അങ്ങ് പറഞ്ഞു കളയും. ഭക്ഷണം കഴിക്കുമ്പോൾ സംതൃപ്തി ആകത്തില്ല. സംതൃപ്തി എന്ന വാക്ക് അവിടെയല്ല ഉപയോഗിക്കേണ്ടത്, അത് ആത്മാവിൻ്റെ നിറവാണ്. എന്ന് വെച്ചാൽ ഇനി ഇതിൽ കൂടുതലൊന്നും ഇല്ല, എല്ലാം പൂർണ്ണമായിരിക്കുന്നു, എല്ലാം ഏറ്റവും മനോഹരമായിരിക്കുന്നു. സ്വർഗരാജ്യത്തിലെത്തുമ്പോഴാണ് ശരിക്കും അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം ഒരു കുടുംബജീവിതത്തിനകത്ത് പോലും സംതൃപ്തി ഉണ്ടാകാൻ ദൈവം നൽകുന്ന ദാനമാണ് കൃപാവരം. അപ്പം അങ്ങനെ സംതൃപ്തിയോടെ നയിച്ച് ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ നിറവേറ്റി. അപ്പം നോക്കി, കുടുംബജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കടമകൾ നിറവേറ്റാൻ ദൈവം തരുന്ന കൈവിട്ട സഹായമാണ് ഈ കൃപാവരം എന്ന് പറയുന്നത്. കൃപാവരത്തോടുകൂടെ കുടുംബജീവിതം നയിക്കുന്നതും കൃപാവരമില്ലാതെ കുടുംബജീവിതം നയിക്കുന്നതും തമ്മിൽ ഭയങ്കരമായ ദൂരമുണ്ട്. കുടുംബജീവിതത്തെ ഈസിയാക്കാൻ, എളുപ്പമുള്ളതാക്കാനും, കുടുംബജീവിതത്തെ എന്താ പറയുക,
അത് എന്തിനു വേണ്ടി ഉദ്ദേശിച്ചോ അത് നിർവഹിക്കാനും ഒക്കെ സഹായിക്കുന്നത് ഈ കൃപാവരമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കൃപാവരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഇപ്പം പൊതുവിൽ വരങ്ങളെക്കുറിച്ച് പറയാം. വരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം, എന്നിട്ടാണല്ലോ കൃപാവരത്തെക്കുറിച്ച് പറയുന്നത്, കൗദാശി കൃപാവരത്തെക്കുറിച്ച് പറയുന്നത്. എന്താണ് പൊതുവിൽ ഇങ്ങനെ വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വരമെന്ന് പറയുന്നത് പലതരത്തിലുള്ള വരങ്ങളുണ്ട്. തിരുസഭ പഠിപ്പിക്കും. കൃപാവരങ്ങൾ, അങ്ങനത്തെ വരങ്ങളുണ്ട്. സവിശേഷ വരങ്ങളുമുണ്ട്. സ്വാഭാവിക വരങ്ങളുണ്ട്, സവിശേഷ വരങ്ങളുമുണ്ട്. കൃപാവരങ്ങൾ തന്നെ വിശുദ്ധീകരണ കൃപാവരമെന്നും പ്രവർത്തനാത്മക അഥവാ ആക്ച്വൽ ഗ്രേസ് എന്നൊക്കെ പറയുന്ന ഗ്രേസുകളുണ്ട്. ഇനി ഇതുപോലെ സവിശേഷ സിദ്ധികൾ എന്ന് പറയുന്ന വരങ്ങളുണ്ട്. ഇപ്പോൾ രോഗശാന്തി വരം, അല്ലെങ്കിൽ എന്താ പറയുക, പ്രവചന വരം, ദർശനം, ഒരു കാര്യത്തെക്കുറിച്ചുള്ള എന്ന് പറഞ്ഞാൽ അഭൗമികമായ ദർശനം ഉണ്ടാകാൻ കഴിയുന്ന വരങ്ങൾ, അങ്ങനത്തെ അഭൗമിക അല്ലെങ്കിൽ അസ്വാഭാവിക വരങ്ങളുണ്ട്. അവയെ സിദ്ധികൾ എന്നാണ് മലയാളത്തിൽ, ഒരു കരിസ്മാറ്റിക് ഗിഫ്റ്റുകൾ, അവയെ സിദ്ധികൾ എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നത്. സിദ്ധികൾ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. കരിസംസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് ടെക്നിക്കൽ വേർഡ് ഉപയോഗിക്കുന്നത് നമ്മളതിൻ്റെ പൊതുവിൽ. അപ്പം ഈ വരങ്ങളിൽ, ഇങ്ങനത്തെ സിദ്ധികളിൽ, വരങ്ങളിൽ ഏറ്റവും വലിയ വരം ഏതാണ്? ഏറ്റവും വലിയ ആഴമുള്ള വരം ഏതാണ്? ഏറ്റവും വലിയ വരം ഏതാണ്? അത് പ്രവചനപരമാണോ, ഭാഷാപരമാണോ, രോഗശാന്തി പരമാണോ? ഇതൊന്നുമല്ല. എനിക്കെല്ലാ വരങ്ങളും ഉണ്ടായിരുന്നാലും, മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും, ഈ വരമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളവുമാണ്. ഏതാണ് ആ വരം? സ്നേഹം എന്ന വരമാണ്. സ്നേഹമില്ലെങ്കിൽ അപ്പം നമ്മൾ അവർക്ക് സ്നേഹം ഒരു വരമാണോ? അപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ, ഈ കൂദാശം സ്വീകരിക്കാത്ത ആളുകൾക്ക് സ്നേഹമുണ്ടല്ലോ, അല്ലേ? നാട്ടിൽ ആർക്കാ സ്നേഹമില്ലാത്തത്? ഇപ്പോൾ ദമ്പതികൾ കല്യാണം കഴിക്കുന്നു, ഏത് അരി കല്യാണം കഴിച്ചാലും തമ്മിൽ സ്നേഹമില്ലേ? ഉണ്ട്. എന്താണ് ഈ വരത്തിൽ ചെയ്യുന്നറിയാമോ? സ്വാഭാവിക നന്മകളെ ദൈവം എടുത്ത് സബ്ലിമേറ്റ് ചെയ്ത് സ്വർഗീയമാക്കി മഹത്വീകരിച്ച് നമുക്ക് തന്നെ തിരിച്ചു. അതിനെയാണ് നമ്മൾ വരമായി അനുഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്നേഹം എല്ലാവർക്കും ഉണ്ട്, ബയോളജിക്കൽ സ്നേഹം. ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? ബയോളജിക്കൽ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് വലിയ പരിധി ആകർഷണങ്ങളിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ദമ്പതികൾ, അപ്പം വരന് വധുവിൻ്റെ മുഖസൗന്ദര്യത്തോട് ഭയങ്കര ആകർഷണമുണ്ട്. അവളുടെ കെയറിങ്, അതിനോട് എനിക്ക് വലിയ താല്പര്യം തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് അവളോട് സ്നേഹമാണ്. വലിയ പരിധി വരെ സ്നേഹത്തിൻ്റെ ആധാരം കുറേ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടി ചേർന്നാണ്. അതിനെയാണ് പലരും സ്നേഹമെന്ന് വിളിക്കുന്നത്. പലരും സ്നേഹമെന്ന് പറയുമെങ്കിലും അത് സംഭവം ഇഷ്ടമാണത്. അതിൻ്റെ ആഴത്തിൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എന്താ? എന്നെ സന്തോഷിപ്പിക്കുന്നു, ആ കാര്യം എന്നെ സന്തോഷിപ്പിക്കുന്നു, ആ ആളുടെ സാമീപ്യം എന്നെ സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുന്നതിനാണ് പലരും ഇഷ്ടം. അതാണ് ഇഷ്ടം. അതിനെയാണ് പലരും സ്നേഹമെന്ന് പറയുന്നത്, തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ സ്നേഹമെന്ന് പറയുന്നത് മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ കൊടുക്കാനുള്ള സന്നദ്ധതയാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം, ബയോളജിക്കലായിട്ടുള്ള സ്നേഹം വലിയ പരിധി ഇഷ്ടങ്ങളാണ്. എനിക്ക് ആവശ്യമുള്ളത് കിട്ടുക, എനിക്ക് ആളുടെ സാമീപ്യം കിട്ടുക, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ നടക്കുക, കൂട്ടുകാരൊക്കെ ഉണ്ടാക്കുക, അവരോട് എനിക്ക് സ്നേഹമാണെന്ന് പറയുന്നു. ഇതൊക്കെ ബയോളജിക്കലാണ്. ഇവയുടെ പ്രത്യേകത എന്താ? അവ താൽക്കാലികമാണ്, ഇഷ്ടക്കേടുകളിൽ അവസാനിക്കുന്നതാണ്. സ്നേഹം നിന്നു പോകും, അല്ലേ? ഒരാൾ എത്ര ദമ്പതികൾ വലിയ സ്നേഹത്തോടെ ആരംഭിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ സ്നേഹം നഷ്ടപ്പെട്ടു, സ്നേഹമില്ല, നമുക്ക് പിരിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വരും. ഇതാണ് ബയോളജിക്കൽ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ഇനി മറ്റൊന്ന്, ബയോളജിക്കൽ സ്നേഹം ഒരിക്കലും ഒരാളെ തൃപ്തിപ്പെടുത്തത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചിനെ അപ്പൻ ചത്തുകടന്ന് സ്നേഹിക്കുന്നു. കൊച്ചു കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പറയുവേ, ഈ അപ്പനൊന്നും ഒരു സ്നേഹമില്ല എന്ന് പറയും. അത് കേൾക്കുന്ന അപ്പൻ്റെ ഹൃദയം തകർന്നു, ഇത്രയും പണിയെടുത്ത് ഞാൻ നിനക്ക് എന്തൊക്കെയാടാ തരാത്തത് എന്നൊക്കെ ചോദിക്കും. പക്ഷേ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതായിരുന്നില്ല സ്നേഹം. ഈ ബയോളജിക്കൽ സ്നേഹത്തിൻ്റെ പ്രത്യേകത, എന്തോരം നമുക്ക് കിട്ടിയാലും നമുക്ക് മതിയാവത്തില്ല, ഇനിയും വേണമെന്ന് തോന്നുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കള്ള് കുടിക്കുന്ന ഒരാൾക്ക് കള്ള് കൊടുത്ത് അയാളെ തൃപ്തിപ്പെടുത്താൻ പറ്റും? ഇല്ല. കിട്ടുന്നവരും ഇനി വേണം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഇനിയും വേണം എന്നല്ലേ? അതാണ് ഭൗമിക സാധനങ്ങളുടെ പ്രത്യേകത. ഒരിക്കലും തൃപ്തിയാവത്തില്ല. അതേസമയം ഈ മനുഷ്യനിലുള്ള ബയോളജിക്കൽ സ്നേഹത്തെ ദൈവമെടുത്ത് കൂദാശയിൽ വിശുദ്ധീകരിച്ച് ഉദാത്തീകരിച്ച് അതിൻ്റെ ബയോളജിക്കൽ സ്വഭാവത്തിൽ നിന്ന് ദൈവിക സ്വഭാവത്തിലേക്ക് ഉയർത്തി നമുക്ക് തന്നെ തിരിച്ചു തരികയും ആ ദമ്പതികൾ അത് പങ്കുവയ്ക്കുകയും ചെയ്താൽ അവർ ആ സ്നേഹത്താൽ തൃപ്തരായി മാറും. ഇതിൽ കൂടുതൽ ഒരു സ്നേഹവും എവിടെയും അവർ തേടില്ല. ഇതിൽ കൂടുതൽ ഒന്നും വേണമെന്ന് ഭൂമിയിൽ ദൈവത്തിൻ്റെ സ്നേഹം അത് അനുഭവിക്കാനും അതിൽ കൂടുതൽ വേണ്ടായെന്ന് അവർക്ക് തോന്നുന്നത് പോലെ ആ സ്നേഹം കൊണ്ട് പറയും. മാത്രമല്ല, ആ സ്നേഹം എപ്പോഴും അവരെ സ്വർഗത്തിലേക്ക് നയിക്കും.
അതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം അത് സ്വർഗീയ സ്നേഹമാണ്. നമ്മളതിന് ചുമ്മാ സാധാരണ വാക്കിൽ ഏത് നേരം ദൈവസ്നേഹം ദൈവസ്നേഹം എന്ന് പറയും. ഇത് ഇത്രയും ആഴമുള്ളതാണ്. ദൈവീകമായി തീർന്ന സ്നേഹമാണത്. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? അതിന് ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും. മറ്റേ ആൾ, ഇപ്പോൾ ജീവിത പങ്കാളി, അത് ഏത് പരുവത്തിലായാലും രോഗം ബാധിച്ചാലും സൗന്ദര്യം പോയാലും ഒന്നും സ്നേഹം നഷ്ടപ്പെട്ടു പോകത്തില്ല. നമ്മളിങ്ങോട്ട് ഉപദ്രവിച്ചാലും സ്നേഹം നഷ്ടപ്പെട്ടു പോകത്തില്ല. കാരണം ആ സ്നേഹം ദൈവിക സ്നേഹമാണ്, നിത്യതയുടെ സ്വഭാവമുള്ള സ്നേഹമാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ പാപം ചെയ്തെന്ന് ഓർത്ത് ദൈവം എന്തുകൊണ്ടാണ് നമ്മളെ ഉപേക്ഷിക്കാത്തത്? ദൈവത്തിൻ്റെ സ്നേഹം ആ സ്വഭാവത്തിലുള്ളതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ ദൈവത്തോട് എതിർത്തു, എന്നിട്ട് അവൻ അവിടെ നിന്ന് അധപതിച്ചു. നമുക്ക് വിചാരിക്കാം പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്ത സൃഷ്ടിക്ക് പോകണ്ടേ എന്ന് നമ്മൾ ഓർക്കും, അല്ലേ? നമ്മളെന്ത് ചെയ്തേനെ? അതോ 2 പാളിപ്പോയി, ഏതേലും പോട്ടെ, പുതിയതുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൃഷ്ടിക്കാനാണ് പാട്. ദൈവമാണെന്നുണ്ടെങ്കിൽ പുതിയ 4 കൊള്ളാമെന്ന് ഇച്ചിലൂടെ പ്രശ്നമില്ലാത്ത 2 മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് ദൈവത്തിന് പുതുതായിട്ട് തുടങ്ങിക്കൂടെ? പകരം ദൈവം എന്താ ചെയ്യുന്നത്? അതിൻ്റെ പുറകെ പിന്നെയും പോവാണ്. നഷ്ടപ്പെട്ട ആടിൻ്റെ പുറകെ പോകുന്നു പറഞ്ഞതുപോലെ അതിൻ്റെ പിന്നാലെ പിന്നെ പോവാണ്. ഞാൻ പണ്ടൊക്കെ അങ്ങനെ കുറേ വിചാരിച്ചിട്ടുണ്ട്, 2 പോയത് പോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ചുകൂടെ നല്ലത് സൃഷ്ടിക്കാനുള്ള ദൈവമല്ലേ, അല്ലാതെ നമ്മളൊന്നും അല്ലല്ലോ. ഇനിയില്ലല്ലോ മക്കൾ, കാരണവന്മാരാണ് 2 മക്കളുണ്ടായി, അത് ഇനി മക്കളുണ്ടാകാൻ സാധ്യതയൊന്നുമില്ല, പിന്നെ എന്നാ കാണിച്ചാൽ ഇതുങ്ങളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കും. ഇതുപോലെ അല്ലല്ലോ ദൈവത്തിന്. അതിനെടുത്തിട്ട് ഇങ്ങനെ വേസ്റ്റ് ബോക്സ് ഇട്ടിട്ട് കുറച്ചുകൂടെ 2 നല്ല ഉണ്ടാക്കിയിട്ട് ഇനി മര്യാദയ്ക്ക് ചെയ്തിട്ട് അതുപോലെ കിടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ മര്യാദയ്ക്കൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത, ദൈവം തൻ്റെ സ്നേഹത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട്, അതിനെക്കുറിച്ച് തന്നെ തിരിച്ച് പഠിപ്പിക്കുന്നതിനെന്നറിയാമോ? ദൈവത്തിൻ്റെ എന്തിനാണ് ദൈവം ഇതൊക്കെ സൃഷ്ടിച്ചത് എന്ന ചോദ്യമുണ്ട്. എന്തിനാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്? ദൈവത്തിന് മര്യാദയ്ക്ക് ഇരുന്നുകൂടായിരുന്നു. എന്തിനാണ് ഈ സൃഷ്ടിക്കാൻ പോയത് എന്ന് നമ്മൾ വിചാരിക്കും. അല്ലെ, ആര് നിർബന്ധിച്ചു? ദൈവത്തിന് പോരായിരുന്നോ? അതിന് സഭ തന്നെ കൊടുക്കുന്ന ഉത്തരം എന്നറിയാമോ? ദൈവത്തിൻ്റെ ഗുഡ്നെസ്, നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഓവർഫ്ലോ ആയിരുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തെ ആരും നിർബന്ധിച്ചിട്ടല്ല, ദൈവത്തിന് വേറെ മാർഗ്ഗമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പകരം എന്താണ്? ദൈവത്തിൻ്റെ തന്നെ നന്മ ദൈവത്തെ അതിനെ പുറത്തേക്ക് ഒഴുകാൻ നിർബന്ധിക്കുന്നു. അത് സൃഷ്ടിയായി മാറുന്നതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അതുകൊണ്ട് ദൈവ സൃഷ്ടിയുടെ ഭാഗമാണ്. ഇനി അതുകൊണ്ട് തന്നെ ഇവൻ വഴിതെറ്റിപ്പോയപ്പോൾ ദൈവത്തിന് അതിനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. കാരണം ദൈവം അതിനെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നെങ്കിൽ ആ സ്നേഹം നിത്യമാണ്. കാരണം ദൈവം നിത്യനാണ്, ദൈവത്തിലുള്ളതെല്ലാം നിത്യമാണ്. അതുകൊണ്ട് ദൈവം സ്നേഹിച്ചാലും അത് നിത്യമാണ്. നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയാലും ദൈവത്തിന് അത് ഉപേക്ഷിക്കാൻ പറ്റില്ല, ദൈവം പിന്നാലെ വരും. അതുകൊണ്ടാണ് ദൈവം പാപം ചെയ്ത് ദൈവത്തെ നിഷേധിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യൻ അവയെ ദൈവം വീണ്ടും തേടി ചെല്ലുന്നത്. എന്ന് വെച്ചാൽ ആ സ്വഭാവമുള്ള സ്നേഹത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കും. നമ്മൾ ആ സ്നേഹം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സ്നേഹത്തിന് മാനദണ്ഡങ്ങൾ ഉണ്ടാകത്തില്ല. ഇതൊരു വലിയ വ്യത്യാസമാണ്. അതായത് ബയോളജിക്കൽ സ്നേഹം ഭയങ്കര ആകർഷണമൊക്കെ ആയിരിക്കുമ്പം കല്യാണം കഴിക്കുന്നു, ഭയങ്കര സ്നേഹമാണ്. അതിൻ്റെയൊക്കെ പുറകിൽ എന്താ പറയുക, വൈകാരിക ആവേശങ്ങളും അട്രാക്ഷൻസും ഒക്കെയാണ് അതിൻ്റെ പുറകിലുള്ളത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒരു കാരണവുമില്ല. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്ത് കണ്ടിട്ടാണ്? അഥവാ ദൈവത്തിൻ്റെ പൂർണ്ണതയില്ലെങ്കിൽ ദൈവത്തിന് അവനെ സ്നേഹിക്കാൻ മാത്രം യോഗ്യതയായിട്ട് എന്താണ് അവർ സൃഷ്ടിക്കാത്തുള്ളത്? നമ്മളൊരു സാധനം ഉണ്ടാക്കി, കളിമണ്ണ് കൊണ്ടൊരു ഒരു ചട്ടി ഉണ്ടാക്കി, നമുക്കതിനെ സ്നേഹിക്കേണ്ട കാര്യമുണ്ട്, എനിക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അതിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയാത്തതുപോലെ ആകുന്നതിൻ്റെ അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ദമ്പതികൾ ഒരിക്കലും പിരിയാതിരിക്കാൻ ദൈവം കൊടുക്കുകയാണ് ദൈവത്തിലുള്ള സ്നേഹം, ഡിവൈൻ ലവ്. അതാണ് ദൈവം ഈ ബയോളജിക്കൽ സ്നേഹം ഇങ്ങോട്ട് എടുത്തിട്ട് അതിനെ പരിവർത്തനപ്പെടുത്തിയിട്ട് കൗദാശികമായ സ്വർഗീയ സ്നേഹമാക്കി അവർക്ക് കൊടുക്കും. ഇതാണ് അവർ പങ്കുവയ്ക്കുന്നതെന്ന് വിചാരിച്ചു. അവർക്കത് മതിയാവതാണ്, അതിൽ കൂടുതൽ ഒട്ടും വേണമെന്ന് തോന്നില്ല. അതുപോലെ അവരെ തൃപ്തിപ്പെടുത്തും. മാത്രമല്ല ആ സ്നേഹം അവരെ സ്വർഗത്തിലേക്ക്, ദൈവത്തിലേക്ക് ഇങ്ങ് നയിച്ചുകൊണ്ടിരിക്കും. അതേസമയം മറ്റ് സ്നേഹമാണ് അവരിലേക്ക് തന്നെ നയിക്കും. എനിക്ക് കിട്ടിയത് പോരാ, നീ എനിക്ക് എത്ര തന്നാൽ പോരാ, നിനക്ക് പണ്ട് സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പം അത് കുറഞ്ഞു, എന്നിട്ട് സ്നേഹം ഉണ്ടായിട്ടാണോ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. മറുവശത്ത് അവർ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കും. നോക്കിക്കേ, വരങ്ങളെല്ലാം അങ്ങനെയാണ്, നമ്മളിലുള്ള സ്വാഭാവിക നന്മകളായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വൈദികനാകുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായും സെമിനാരി പഠിക്കുകയൊക്കെ ചെയ്ത സമയത്ത് 2 പ്രസംഗമൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം പറയാനുള്ള ശക്തിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് പ്രസംഗം പറയാനുള്ള ശക്തി ഉണ്ടാവും. പക്ഷേ വരം ഉപയോഗിച്ച് ഒരു വൈദികൻ പ്രബോധനം നൽകുമ്പം അത് ഭയങ്കരമായ മാനസാന്തരങ്ങളിലേക്ക് നയിക്കും. ആ വാക്കുകളുടെയും അതിൻ്റെ അർത്ഥങ്ങളുടെയും ഉള്ളിലേക്ക് ആളുകളെ കൊണ്ടുപോകും, അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടു അത് പരിവർത്തനം വരുത്തുകയും മാത്രമല്ല അത് പറയുന്ന ആളെയും കേൾക്കുന്നയാളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തിമോത്തിയോസിന് ലേഖനം എഴുതുന്ന സമയത്ത്, തിമോത്തിയോസ് ലേഖനത്തിനകത്ത് നമ്മൾ വായിക്കും, ഇത് ഭയങ്കര ആദ്യത്തെ മെത്രാനാണല്ലോ, ആദ്യത്തെ ഒരു മെത്രാന്മാരിലൊരാളാണ് തിമോത്തിയോസ്. തിമോത്തിയോസിനുള്ള ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, 4-ാമത്തെ അധ്യായം 16-ാം തിരുവചനം, നിന്നെക്കുറിച്ചും നിൻ്റെ പ്രബോധനത്തെക്കുറിച്ചും ശ്രദ്ധിക്കുക.
കാരണം മെത്രാനായതുകൊണ്ട് പഠിപ്പിക്കണം. അവയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിൻ്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. നിന്നെയും രക്ഷിക്കും, നിൻ്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. നോക്കിക്കേ, ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന് അത് പറ്റത്തില്ല. അതാണ് എൻ്റെ വ്യത്യാസം. ഈ കൃപാവരത്തോടെയുള്ള പ്രബോധനത്തിന് തന്നെ അത് പ്രബോധനം നൽകുന്നവനെയും രക്ഷിക്കാൻ കഴിയും, അത് ശ്രവിക്കുന്നവരെയും രക്ഷിക്കാൻ കഴിയും. ആത്മരക്ഷയ്ക്ക് പ്രബോധനം കാരണമായി തീരും. അല്ലാണ്ട് കുറേ പ്രസംഗങ്ങൾ, ശക്തമായ പ്രസംഗമൊക്കെ പറയണം, നല്ല രസമാണ് കേൾക്കാനൊക്കെ ആൾക്കാർ പറയും. അതല്ലാണ്ട് ആത്മരക്ഷ, പറയുന്നയാളുടെ ആത്മരക്ഷയും നടക്കില്ല, കേൾക്കുന്നവരുടെ രക്ഷയും നടക്കില്ല. അതേസമയം ഈ വരം ഉപയോഗിച്ച് നടത്തുന്ന പ്രബോധനത്തിന് അങ്ങനത്തെ ലക്ഷ്യമുണ്ട്. വിവാഹത്തിനകത്ത കാര്യം അങ്ങനെയാണ്. അവരുടെ നിത്യരക്ഷ ഈ വരസഹായത്താലേ സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഭൂമിയിൽ ജീവിക്കാം, ഭൗമിക കാര്യങ്ങൾ, പണിയെടുക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, വീട് വയ്ക്കുന്നു, അത് കഴിക്കുന്നു, കുറ്റം പറയുന്നു, വഴക്കുണ്ടാക്കുന്നു, കുറച്ചു നേരം സ്നേഹിക്കുന്നു, ലൈംഗികത്തിൽ ഏർപ്പെടുന്നു, പിള്ളേരുണ്ടാകുന്നു, വളർത്തുന്നു. ഇതൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ പറ്റും. അത് സകല മനുഷ്യർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ വ്യത്യാസം. ഒരു വിവാഹത്തിനകത്ത് എന്താ സംഭവിക്കുമെന്ന് നോക്കണം. വിവാഹത്തിനകത്ത് ലോകത്തിൽ എല്ലാവർക്കും ദൈവം വിവാഹം നൽകിയിട്ടുണ്ട്. മനുഷ്യനായി ജനിക്കുന്ന എല്ലാവർക്കും വിവാഹം നൽകിയിട്ടുണ്ട്. നൽകപ്പെട്ട വിവാഹം അത് ബയോളജിക്കൽ മാരേജാണ്. വിവാഹം അത് ബയോളജിക്കലാണ്. എന്ന് വെച്ചാൽ ബയോളജിക്കലായിട്ട് ഒരുമിച്ച് ജീവിക്കാനും സ്വാഭാവികമായ നൈസർഗികമായ പ്രവണതയ്ക്കനുസരിച്ച് അധ്വാനിക്കാനും മക്കളെ വളർത്താനും ഒക്കെയുള്ള പ്രവണതയുണ്ട്. അതുപയോഗിച്ച് ബയോളജിക്കൽ കുടുംബം നയിക്കാൻ ദൈവം എല്ലാവരെയും അനുവദിക്കുന്നുണ്ട്. എന്നാൽ മാമോസ സ്വീകരിച്ചവരെ കർത്താവ് ഒരു പടിയിലേക്ക് ഉയർത്തുകയാണ്. എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവം അനാദിയിൽ സ്ഥാപിച്ച, ആദ്യത്തെ ഹവ്വായൊക്കെ സൃഷ്ടിക്കുമ്പോൾ തന്നെ സ്ഥാപിച്ച ആ കുടുംബ സംവിധാനത്തെ ദൈവം എടുത്ത് വിശുദ്ധമായ ഒരു കൂദാശയായി ഉയർത്തി അതിനാവശ്യമായ വരങ്ങൾ നൽകി നമുക്ക് തരുവാണ്. ഇത് സ്വീകരിച്ചിട്ട് വേണം ഒരു ദമ്പതികൾ വിവാഹ ജീവിതം നയിക്കാനെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി തരുന്നതാണ് വരങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് വരം ഇതിനെ ഭയങ്കരമായിട്ട് മാറ്റിമറിക്കും. പലതും സ്വാഭാവികമായ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് തോന്നും. ഞാൻ പറഞ്ഞില്ല, ഒരച്ഛന് വരം ഉപയോഗിച്ച് പഠിപ്പിക്കാം. അച്ഛൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ക്ലാസ്സുകൾ കേട്ടത് വെച്ചും പഠിപ്പിക്കാൻ വേണമെങ്കിൽ. പക്ഷേ സ്വാഭാവികം പൗരോഹിത്യം സ്വീകരിക്കുന്നതോടെ വരങ്ങളുണ്ടാവും. അതിന് കൂടുതൽ ഉപയോഗിക്കുകയും ജ്വലിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. മറ്റൊരാൾക്കും, ഒരു തിയോളജി പഠിച്ച ഒരാൾക്കും വേണമെങ്കിൽ പ്രസംഗമൊക്കെ പറയാം. പക്ഷേ ഈ എന്താ പറയുക, പൗരോഹിത്യ കൃപാവരത്തോടെയുള്ള പ്രബോധനം പോലെ ആയിരിക്കില്ല. അത് കേൾക്കാനുള്ള രസത്തിലല്ല നിൽക്കുന്നത്, അതിൻ്റെ സ്വർഗീയ സ്വഭാവത്തിനകത്തൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസമുള്ളത്. ഇപ്പോൾ വിവാഹം കഴിക്കുന്ന ആളുകൾ, അവർക്ക് സ്നേഹിക്കാൻ വേണമെങ്കിൽ മറ്റുള്ളവരെ പോലെ ബയോളജിക്കലായിട്ട് സ്നേഹിക്കുകയൊക്കെ ചെയ്യും. ഓൺ ദി അതർ സൈഡ് അവർക്ക് വേണമെങ്കിൽ സ്വർഗീയ സ്വഭാവത്തിൽ നിത്യരക്ഷയ്ക്ക് കാരണമാകുന്ന സ്നേഹം പങ്കുവയ്ക്കാം. നിത്യരക്ഷയ്ക്ക്, സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന സ്നേഹം പങ്കുവയ്ക്കാം. അതിനാണ് ഈ കൂദാശ നൽകപ്പെടുന്നത്. പാരൻറ്റിങ്, കുഞ്ഞുങ്ങളെ വളർത്തൽ, അവരുടെ സൈക്കോളജിക്കൽ കപ്പാസിറ്റിയൊക്കെ ഉപയോഗിച്ച്, അവരുടെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് അവർക്ക് പാരൻറ്റിങ് നടത്താം. ഓൺ ദി അതർ സൈഡ് ഇതൊരു വരമായി സ്വീകരിച്ചുകൊണ്ട് അത് ചെയ്യാം. വരത്താൽ പാരൻറ്റിങ് നടത്തുന്നതും അല്ലാതെ ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ചില അച്ഛന്മാരെ കണ്ടിട്ടില്ലേ, കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ അത്ഭുതപ്പെടും, എങ്ങനെയാണ് ഇവർക്കിത് പറ്റുന്നതെന്ന് ആലോചിക്കും. കാരണം ഒരു കുഞ്ഞുങ്ങളെ വളർത്തുക, ജന്മം കൊടുക്കുകയും ബയോളജിക്കലായിട്ട് അറ്റാച്ച്മെൻറ്റ് അവരോട് ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? വരമാണ് ഇതിൻ്റെ വ്യത്യാസം. അത് സാധാരണ ഒരു ദമ്പതികൾ ചെയ്യുന്നതിനേക്കാൾ അത്ഭുതകരമായിട്ട് നമ്മൾ ഡോൺ ബോസ്കോയുടെ കാര്യമൊക്കെ ഓർത്ത് നോക്കി അല്ലേ? ഓറട്ടറികളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ജീവിച്ചവരൊക്കെ വിശുദ്ധരായി. എത്ര വിശുദ്ധരാണ് ഈ ഓറട്ടറിക്കകത്ത് ഉണ്ടായത്? അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കൃപാവരത്തോടെയുള്ള പാരൻറ്റിങ് ആണ്. ആ സമയം ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞ് പത്തലൊക്കെ എടുത്തിട്ട് പാരൻറ്റിങ് നടത്താം. ഇത് നിങ്ങൾ ഇപ്പോൾ വിവാഹം കഴിച്ചവർ നിങ്ങളെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കണം. കുഞ്ഞുങ്ങളെ വളർത്താം, നമുക്ക് നമ്മുടെ ബുദ്ധി ശക്തിയൊക്കെ ഉപയോഗിച്ച് വളർത്താം, അവരെ കുറച്ച് നിയന്ത്രിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അത് കുഞ്ഞു കാര്യങ്ങൾക്കകത്ത് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തല്ലു കൊടുക്കുന്നു. അപ്പൻ മോഷ്ടിച്ചിട്ട് വന്നു. അപ്പന് സങ്കടം വന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഇവൻ കട്ടിട്ട് വന്നേക്കുന്നു. ഒരു മര്യാദയ്ക്ക് എപ്പോൾ തന്നെ തിരിച്ചു കിട്ടോ, അവൻ്റെ വീട്ടിലോട്ട് പോകും, അവിടെ കൊണ്ട് കൊടുത്തിട്ട് സോറിയും പറ എന്ന്. ഉടനെ ഇവൻ പറയാം, എനിക്കിപ്പോൾ സൗകര്യമില്ലടാ, നീ പോ എന്ന് പറയാമെന്ന് ചോദിച്ചാൽ അപ്പനോട്. 8ാം ക്ലാസ് പഠിച്ച് ചോദിച്ചു. എന്ത് ചെയ്യും? അപ്പൻ പാത്രമെടുത്തിട്ട് എടുത്ത് പിടിച്ച് തല്ലും. അല്ല, നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് തല്ലും. അപ്പൻ എന്തിനാണ് തല്ലുന്നത്? അപ്പൻ്റെ ഉള്ളിലുള്ളത് ഒന്ന് ദുഃഖമുണ്ട്, രണ്ടാമത്തെ എന്താണ്, ഭയങ്കരമായ കുഞ്ഞ് നന്നാവണം എന്നുള്ള ആഗ്രഹമുണ്ട്. അല്ല, ഇവൻ ഭാവിയിൽ ഒരു കള്ളനായി പോയിരുന്ന ആഗ്രഹം. അതുകൊണ്ടാണ് തല്ലുന്നത്. ഈ തല്ലുകൊള്ളുന്ന കൊച്ച് എന്തായിരിക്കും വിചാരിക്കുന്നത്? അപ്പൻ എത്ര നല്ല അപ്പൻ, എന്നെ വളർത്തുന്നത് കണ്ടോ എന്നൊന്നും വിചാരിച്ചിരിക്കില്ല. അതാണ് അതിൻ്റെ സത്യം. ബയോളജിക്കലായിട്ട് നമ്മളൊരു കൊച്ചിനെ തല്ലുമ്പം അല്ലെങ്കിൽ വളർത്താൻ ശ്രമിക്കുമ്പം അതിൻ്റെ ഉള്ളിൽ പതിയുന്നത് വേറെ കാര്യമായിരിക്കും. അതേസമയം ഈ വരം കൊണ്ട് ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ 2 കാര്യം സംഭവിക്കാം. ഒന്ന്, ആ കുഞ്ഞിന് അപ്പൻ്റെ ഹൃദയത്തെ ഗ്രഹിക്കാൻ പറ്റും. 2, ആ കുഞ്ഞ് സ്വർഗത്തിൽ പോകും.
ഇതെൻ്റെ വ്യത്യാസം. വരം ഉപയോഗിച്ച് പേരൻറ്റിങ് നടത്തുമ്പം ആ കുഞ്ഞ് സ്വർഗത്തിൽ പോകും. വരമില്ലാതെ പേരൻറ്റിങ് നടത്തുമ്പം അവൻ നന്നായി പഠിക്കാം, നന്നായി പെരുമാറാം, മനുഷ്യരോട് നന്നായി പെരുമാറാം, നല്ലൊരു മനുഷ്യനാകാം. വരം ഉപയോഗിച്ചത് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ആൾ സ്വർഗത്തിലും പോകും. സ്വർഗത്തിലേക്ക് നയിക്കാൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ ദൈവം തരുന്ന ശക്തമായ സഹായമാണ് ഈ വരം എന്ന് പറയുന്നത്. ഓരോ കൂദാശയ്ക്കകത്തും വരങ്ങളുണ്ട്, ഓരോ കൂദാശയ്ക്കകത്തും വരങ്ങളുണ്ട്. ആ വരങ്ങളാണ് അതിനെ അതാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എന്ന് പറഞ്ഞത്. പരിശുദ്ധ കുമ്പസാരത്തിനകത്തുള്ളത് വിവാഹത്തിൻ്റെ വരങ്ങളല്ല. പരിശുദ്ധ കുമ്പസാരത്തിനകത്തുള്ളത് വിവാഹത്തിൻ്റെ വരങ്ങളല്ല. അതിനകത്തുള്ളത് പാപമോചനത്തിൻ്റെ വരങ്ങൾ, വീണ്ടും പാപത്തിൽ വീഴാതിരിക്കാനുള്ള ശക്തി കൊടുക്കുന്ന വരങ്ങൾ, ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്നറിയുമോ, വരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂദാശകൾക്കകത്തുള്ള വരങ്ങളെ തിരിച്ചറിയുന്ന ഒരാളാണ് ആ കൂദാശകൾ പ്രയോജനപ്പെടുത്തുന്നത്. വരങ്ങൾ തിരിച്ചറിയാത്ത ഒരാൾ ആ കൂദാശകളിലൂടെ വെറുതെ കടന്നു പോവുകയല്ലാതെ അയാളൊരു സംഭവം ഉണ്ടാകത്തില്ല. വരങ്ങളുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അപ്പോൾ നമ്മൾ ഓർക്ക് ഈ കല്യാണം കഴിക്കുന്ന എല്ലാവർക്കും വരം കിട്ടിയതല്ലേ? ഇത്രയും വരം എല്ലാ മനുഷ്യർക്കും കിട്ടുന്നു. എന്നിട്ട് പിന്നെ എന്താ ചിലരുടെ ജീവിതമൊക്കെ കോഞ്ഞാട്ടിയായി പോകുന്നു, ചിലരുടെ ഭയങ്കര നന്നായിട്ടിരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം വരം അത് പ്രത്യേകമാണ്, ഗിഫ്റ്റാണ്, അത് സഹായവുമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെല്ലുന്നത് എങ്ങനെയാണ്? കൃപാവര സഹായത്താൽ എന്ന് ചെല്ലാറില്ലേ? അല്ലേ? കൃപാവര സഹായത്താൽ. കൃപാവരം ഒരു സഹായമാണ്. സഹായത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് സ്വീകരിച്ച് വിനിയോഗിക്കുന്ന ആളുകൾക്ക് ഫലം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളിവിടെ ഈ ആദിവാസികൾക്ക് ഗവൺമെൻറ് വീട് പണിത് കൊടുത്തു. അപ്പോൾ ഇതുങ്ങൾ മരത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ട് താമസിച്ചുകൊണ്ടിരുന്നതിനെ എല്ലാത്തിനും താഴ്ത്തു കൊണ്ടുവന്ന് വലിയ നല്ല വീടൊക്കെ പണിത് ടൈലൊക്കെ ഇട്ട് പെയിൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ വീടൊക്കെ പണിതിട്ട് അവർക്ക് വലിയ കാര്യമായിട്ട് മന്ത്രിയൊക്കെ വന്ന് നാടൊക്കെ മുറിച്ച് അതിനകത്ത് താമസിപ്പിച്ചു. ഇവരെന്ത് ചെയ്തു? കുറച്ച് ആൾ കഴിഞ്ഞിട്ട് ആൾക്കാർ നോക്കുമ്പോൾ കാണുന്നത് എന്താ? ഇവർ ഇതിനകത്ത് ആടിനെയൊക്കെ കെട്ടിയിട്ട് പഴയ പോലെ മലയുടെ മുകളിൽ പോയിട്ട് ഇവർ താമസിക്കുന്നു. ടൈലൊക്കെ കുത്തി പൊളിച്ച് കുഴിയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കാടിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അവരങ്ങ് പോകുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നല്ല വീട് കൊടുക്കാൻ നമുക്ക് പറ്റും, പക്ഷേ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് അതിനെ ഫലമുണ്ടാക്കുന്നത്. ചില മദ്യപിക്കുന്ന ആളുകൾ, ഞാൻ തന്നെ പല ആൾക്കാരെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ചിലർ പിന്നെ ഒരിക്കലും ആ വഴിക്ക് പോകാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ചിലരാണെങ്കിലോ ആ വഴി പോയി. ഇതിൻ്റെ കാരണം എന്താണ്? കൊടുത്തത് ഒരേ ഡി അഡിക്ഷൻ സെൻ്ററിലാണ് 2 പേരെ കൊണ്ടുപോയിട്ടുള്ളത്, 3 പേരെ കൊണ്ടുപോയിട്ടുള്ളത്. ചിലർ രക്ഷപ്പെടും, ചിലർ രക്ഷപ്പെടായിരിക്കും. കാരണം എന്താണ്? പറയാൻ ശ്രദ്ധിക്കണം. 3 വാക്കുകൾ: സ്വീകരിക്കണം, 2 വിലമതിക്കണം, 3 വിനിയോഗിക്കണം. സ്വീകരിക്കണം, വിലമതിക്കണം, വിനിയോഗിക്കണം. കൂദാശകൾ തരുന്ന പ്രസാദവരത്തെ സ്വീകരിക്കണം ആദ്യം. ചില ആളുകൾ കല്യാണത്തിന് സ്വീകരിക്കാറ് പോലുമില്ല. അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ ആദ്യം നല്ല ഒരുക്കം വേണം. പരിശുദ്ധി സ്വീകരിക്കണം, കുമ്പസാരിച്ചൊരുങ്ങണം. ഇതൊന്നും ഇല്ലാണ്ട് ഇമാടെ പോയി കഴിഞ്ഞാൽ കൃപാവരകത്തോട്ട് പ്രവേശിക്കില്ല. അതുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മര്യാദ കെട്ടുകുമ്പസാരം നടത്തിക്കൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ കുസ്തി പിടിക്കാൻ കാരണം ഇതാണ്. അല്ലെങ്കിൽ അവന് ഈ കൃപാവരം സ്വീകരിക്കാനുള്ള പാത്രമില്ല. വിശുദ്ധിയാണ്, പരിശുദ്ധിയാണ് ആ പാത്രം. അതൊന്നും ഇല്ലാണ്ട് അവൻ വന്ന് അവിടെ കൈകെട്ടി വന്നു കഴിഞ്ഞാൽ അവൻ്റെ മോളിക്കൂടെ പറഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ ആദ്യം സ്വീകരിക്കണം. സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? വിശുദ്ധീകരിക്കണം. കൃപാവരം നമ്മൾ വിശുദ്ധീകരിക്കും, പക്ഷേ ഈ കൃപാവരം സ്വീകരിക്കാൻ തന്നെ നമുക്ക് വിശുദ്ധി ആവശ്യമുണ്ട്. സ്വീകരിക്കണം, അതിനെക്കുറിച്ച് അറിയണം. ഇപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ദൈവമേ കൃപാവരമാണ് തരാൻ പോകുന്നത്, അതെനിക്ക് തരണമേ എന്നൊക്കെ പറഞ്ഞ് അറിയണം. അറിയാത്ത ഒരു സാധനം ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ ഇരിക്കണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ഒരു പേപ്പർ നമ്മൾ ഇങ്ങനെ ഒരു പേപ്പർ അവിടെ ഇരിക്കണം. ഈ ഒരു പേപ്പർ ബാങ്കിൻ്റെ പേപ്പർ ഏതാണ്ടായിരുന്നു, പണ്ടത്തെ എങ്ങാണ്ടാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. കുറേ കാലം കഴിഞ്ഞ് 10-25 വർഷം ഒരു ദാരിദ്ര്യത്തിലും കഷ്ടപ്പെട്ട കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴാണ് അറിയുന്നത് ആ പേപ്പർ വല്യപ്പൂപ്പൻ ഇട്ട വലിയൊരു ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ പേപ്പറായിരുന്നു. അന്നത്തെ കാലത്ത് ആ പേപ്പർ ഇങ്ങനെ പത്രം പോലെ അടിച്ചു കൊടുക്കുന്ന സാധനമായിരുന്നു. ഇത് ഇത്ര നാൾ ഇയാളുടെ കയ്യിൽ വല്ല കാര്യം ഉണ്ടായോ? അത് സ്വീകരിക്കണം, അതിനെ വിലമതിക്കണം. അറിഞ്ഞ് സ്വീകരിക്കണം. 2 വിലമതിക്കണം. 3 അത് വിനിയോഗിക്കണം. ഈ വരങ്ങൾ ഉപയോഗിക്കണം. ഉദാഹരണത്തിന് വരങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഈ വരം എനിക്കുണ്ടെന്ന് അറിയുകയും അതിനാവശ്യമായ ഒരുക്കം നടത്തുകയും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചത് ചെയ്യുകയും ചെയ്യണം. കുടുംബജീവൻ നയിക്കുമ്പോൾ, കുഞ്ഞിനെ ശാസിക്കുമ്പോൾ കർത്താവെ പോയിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ ആ വരം ഉപയോഗിച്ച് ശാസിക്കാൻ എന്നെ സഹായിക്കണമേ, ആ വരം ജ്വലിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വരസഹായം കൊണ്ട് പോയിട്ട് അത് ചെയ്യണം. അല്ലാണ്ട് ചുമ്മാ പത്തനെടുക്കാനല്ല ആദ്യം ഓടേണ്ടത്, ഈ വരത്തെക്കുറിച്ച് ഓർക്കാനാണ് പോകേണ്ടത്. അങ്ങനെയാണ് ഈ വരങ്ങൾ നമ്മിൽ ഫലം ഉണ്ടാകുന്നത്. ഇത് ചെയ്യാത്ത ആളുകൾക്ക് കിട്ടിയതും കിട്ടാത്തതൊക്കെ ഒരുപോലെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ ഈ വരങ്ങൾ അവ പരിശുദ്ധാത്മാവ് തന്നെ ആയതുകൊണ്ട് റൂഹായുടെ സ്വഭാവം അതിനകത്തുണ്ട്. അതായത് ഇപ്പോൾ ഒരു കനലാണല്ലോ, അഗ്നിയാണ്, തീക്കട്ടയാണെന്നൊക്കെ നമ്മൾ പറയും.
കനലിന് മുകളിൽ ചാരം മൂടി കിടന്നാൽ അതിൻ്റെ മുകളിൽ എന്ത് പാത്രത്തിൽ വെള്ളം വെച്ചാലും ചൂടാവത്തൊന്നുമില്ല, അത് തണുത്തോലെ തന്നെ ഇരിക്കും. അതേസമയം ഊതി ജ്വലിപ്പിച്ചാലോ. എന്ന പോലെ അനേകം ആളുകൾ തങ്ങൾ സ്വീകരിക്കുന്ന കൂദാശകളുടെ വരങ്ങൾ അവ ജ്വലിപ്പിക്കാത്തത് കൊണ്ട് ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ ഇരിക്കും. നമ്മൾ ക്രൈസ്തവർ സഭാംഗങ്ങൾ ഒത്തിരി ആളുകൾ ഈ വരങ്ങൾ സ്വീകരിച്ചവരാണ്, എല്ലാവരും സ്വീകരിച്ചവരാണ്. പക്ഷെ അതിൽ ഒത്തിരി ആളുകൾ വരങ്ങളൊന്നും സ്വീകരിക്കാത്ത മറ്റാളുകൾക്ക് സമാനമായി ജീവിക്കുന്നു. ഒന്ന്, തിരിച്ചറിയില്ല. രണ്ടതിനെ വിലമതിക്കുകയില്ല. മൂന്ന്, അത് ഉപയോഗിക്കത്തുമില്ല. സ്വാഭാവികമായി നൈസർഗികമായുള്ള നന്മകൾ കഴിവുകൾ മാത്രം ഉപയോഗിച്ച് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതിനകത്ത് എല്ലാവരും പെടും, എല്ലാ ജീവിതത്തിലുള്ള ആൾക്കാരും പെടും. അതിനപ്പുറത്ത് ഈ വരങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുക എന്ന് പറയുന്നതാണ് ഇതിനകത്തെ കാര്യം. ഇതാണ് അതിനെക്കുറിച്ച് വളരെ ഷോർട്ടായിട്ട് പെട്ടെന്ന് പറയാം. തിരുസഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നോക്കാവേ. നമ്മുടെ നീതീകരണം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വരുന്നു. കൃപ, ഈ കൃപാവരത്തെക്കുറിച്ച് CCC 1996 വർഷമെന്ന് വിചാരിക്കുന്നത് കേട്ടോ, 1996 എന്ന നമ്പറിൽ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 96 ജനിച്ച ആൾക്കാരെ കാണും ചിലപ്പോൾ. 1996 നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ നീതീകരണം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവമക്കളും ദത്തുപുത്രരും ദൈവപ്രകൃതിയുടെയും നിത്യജീവൻ്റെയും പങ്കാളികളുമായി തീരാനുള്ള തൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകാൻ ദൈവം നൽകുന്ന ആനുകൂല്യമാണ്, സൗജന്യമായ സഹായമാണ് കൃപാവരം. അവ സൗജന്യമാണ്. ഒന്നാമത്തെ കാര്യം അതാണ്, സൗജന്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് ദൈവം തരുന്നതല്ല, ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. അത് കൂദാശയിൽ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് സൗജന്യ ദാനമായി നൽകുന്നു. അതാണ് കൃപാവരം. അതെന്തിനു നൽകുന്നതാണ്? ഒന്ന്, ദൈവമക്കളാകാൻ വേണ്ടി, ദൈവത്തിൻ്റെ മക്കളാകാൻ. ഇനി ഏതുതരം മക്കളാണ്? ദത്തുമക്കളാണ്. അതായത് ദൈവത്തിൽ നിന്ന് ജനിച്ച കുഞ്ഞെന്നല്ല, ദൈവം സൃഷ്ടിച്ചവയെ തൻ്റെ മക്കളാക്കി സ്വീകരിക്കും. അതുകൊണ്ടാണ് ദത്തുഭക്തർ എന്ന് പറയുന്നത്. ഇനി ദൈവപ്രകൃതിയുടെയും നിത്യജീവൻ്റെയും പങ്കാളികളായി തീരാൻ, ദൈവിക സ്വഭാവത്തിൽ പങ്കാളിയാവാൻ, നിത്യജീവന് പങ്കാളിയാകാൻ ദൈവം നമ്മെ സഹായിക്കുന്നതാണ് കൃപാവരത്തിലൂടെ. അതുകൊണ്ട് എല്ലാ കൃപാവരവും ദൈവത്തിൻ്റെ സഹായമാണ്, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സഹായമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് തിരിച്ചു പഠിപ്പിക്കുന്നത്? കൃപാവരം ദൈവത്തിൻ്റെ ജീവനിലുള്ള ഭാഗഭാഗിത്വമാണ്. ദൈവത്തിൻ്റെ ജീവനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഈ കൃപാവരം എന്ന് പറയുന്നത്. എന്തോ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, എന്തു വലുതാണെന്ന് ഓർത്ത് നോക്കുക. ദൈവത്തിൻ്റെ ജീവനകത്ത് പങ്കാളി സഭ പഠിപ്പിക്കുക. അത് നമ്മെ ത്രിത്വത്തിൻ്റെ ജീവിതത്തിലെ ഉറ്റബന്ധത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഈ കൃപാവരത്തിന് മാത്രമേ നമ്മളെ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയുടെ സ്നേഹത്തിനകത്തേക്ക് അടുപ്പിക്കാൻ പറ്റൂ. നമുക്ക് പോയി കയറാൻ പറ്റത്തില്ല. ഈ കൃപയാണ് നമ്മളെ അതിലേക്ക് ക്ഷണിക്കുന്നത്. മാമോദീസ വഴി ക്രിസ്ത്യാനി മിശിഹായുടെ ശരീരത്തിൻ്റെ ശിരസായ മിശിഹായുടെ കൃപാവരത്തിൽ പങ്കുപറ്റുന്നു. അപ്പോൾ മുതൽ ദത്തുപുത്രൻ എന്ന നിലയിൽ അവന് ദൈവത്തെ അവിടുത്തെ ഏകപുത്രനുമായുള്ള ഐക്യത്തിൽ പിതാവേ എന്ന് വിളിക്കാൻ കഴിയും. അതായത് ഈശോ മിശിഹായുടെ മാമോദീസയിൽ ഈശോ മിശിഹായോട് ഐക്യപ്പെടുന്ന നാം, അങ്ങനെയാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത്. ഈശോ മിശിഹായോട് ഐക്യപ്പെടാനാണ് മാമോദീസ സ്വീകരിച്ചത്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കില്ലേ. ഈശോ മിശിഹായോട് ഐക്യപ്പെടുകയാണ്. മാമോദീസ വഴി ഈശോയുടെ ഒത്ത് മരിച്ച് ഈശോയോട് തടക്കപ്പെട്ട് ഈശോയോട് ഉയർക്കുന്ന ഒരാൾ ഈശോയോട് ഐക്യപ്പെടും. അപ്പോൾ ഈശോ പിതാവിനെ പിതാവേ എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഈശോ മിശിഹായിൽ നമുക്ക് പിതാവിനെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റും. അതിന് നമ്മെ ഒരുക്കുകയാണ്. അതുവഴി നമ്മൾ ഈശോ മിശിഹായിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ ദത്തുപുത്രരായി മാറുന്നതാണ് പരിശുദ്ധ മാമോദീസ. ഇനി അവനിലേക്ക് സ്നേഹം വിശ്വസിക്കുകയും സഭയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ അവൻ സ്വീകരിക്കുന്നു. മാമോദീസയിൽ സംഭവിക്കുന്നു, സഭയെ ജനിപ്പിക്കുന്ന, സഭയെ രൂപപ്പെടുത്തുന്ന, അവനിലേക്ക് ദൈവിക സ്നേഹം വിശ്വസിക്കുന്ന കൃപാവരം, പരിശുദ്ധ റൂഹായുടെ കൃപാവരം ജീവൻ ആണ് സ്വീകരിക്കുന്നത്. ഇനി അടുത്ത കാര്യം എന്നാണ്? രണ്ടെണ്ണം പറഞ്ഞു. മൂന്നാമത്തേത്, നിത്യജീവനിലേക്കുള്ള ഈ വിളി പ്രകൃതിയാതീതമായ ഒന്നാണ്. നിത്യജീവനിലേക്കുള്ള ഇൻവിറ്റേഷനാണ് കൃപാവരം. അഥവാ ഈ കൗദാശകൾക്കകത്തൊക്കെ തരുന്ന കൃപാവരം ഉണ്ടല്ലോ, അത് താൽക്കാലിക ആവശ്യത്തിനുള്ളതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആളുകൾ പറയും പരിശുദ്ധ കുർബാന സ്വീകരിച്ചാലേ ഒരു സന്തോഷമുള്ളൂ, അത് സ്വീകരിച്ചാലാണ് നമുക്കൊരു എന്താ പറയുക ശക്തി ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ വഴിതെറ്റി പോകാതിരിക്കാൻ ഇന്ന കാര്യം ചെയ്താൽ മതി, പള്ളി പോയി. ഇത് ബാഹ്യമായ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. അതുകൊണ്ടാണ് നിത്യജീവിതത്തിലേക്കുള്ള വിളിയാണിത്. പ്രകൃതിക്ക് അതീതമായ വിളിയാണ് കൃപാവരം. അപ്പോൾ അതുകൊണ്ട് കൃപാവരത്തിൻ്റെ ഉദ്ദേശം ഈ ഭൗമിക ജീവിതത്തെ സുന്ദരമാക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ഒരു കുഞ്ഞു ഭാഗം മാത്രമാണ്. അത് ദൈവം തരുന്നുണ്ട് കൂദാശകളിലൂടെ. ഇപ്പോൾ നേരത്തെ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവിക ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം ഹൃദയത്തിൽ അനുഭവിക്കാൻ പറ്റും. ഞാൻ ഇന്നും പള്ളിയിൽ പോയി എന്നിട്ട് എനിക്ക് കാശുണ്ടാവുന്നില്ല, ലോട്ടറി അടിക്കുന്നില്ലോ എന്ന് പറഞ്ഞ കാര്യമില്ല. കാരണം കുർബാനയ്ക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം ലോട്ടറി അടിക്കലോ കടബാധ്യത മാറ്റലോ അല്ല, പകരം എന്താണ്? നിത്യജീവനിലേക്ക് നയിക്കലാണ്. അതിനെ നമ്മൾ ഓർക്കണം. പല ആളുകളും കുറച്ചാൾ പള്ളിയിൽ പോയിട്ട് വലിയ കാര്യവും നടക്കുന്നില്ല എന്ന് പറയാറുണ്ട്. എന്താ അവർ ഉദ്ദേശിക്കുന്നത്? പള്ളിയിൽ പോകുന്ന വഴി ചിലപ്പം സാമ്പത്തിക കാര്യം ക്രമപ്പെടുത്തണം, കുറച്ചുകൂടെ കാശുണ്ടാവണം,
അല്ലെങ്കിൽ ശത്രുക്കളൊക്കെ നശിച്ചു പോകണം, ഇങ്ങനത്തെയുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് അതിൻ്റെ പുറകെയുള്ളതെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല. ദൈവം അതിനുവേണ്ടി അല്ല തരുന്നത്. ദൈവം തരുന്നത് മനുഷ്യനായിരിക്കുന്നവനെ അവൻ്റെ സ്വാഭാവിക മാനുഷിക പ്രകൃതിക്ക് അതീതമായി സ്വർഗീയ പ്രകൃതിയിലേക്ക് ചേർക്കാനും തൃത്വത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് അക്സെപ്റ്റ് ചെയ്യാനും സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ കുദാശകളുടെ കൃപാവരം. അപ്പോൾ അല്ലാണ്ട് ഈ കൃപാവരങ്ങൾ എപ്പോഴും മാനുഷിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതെന്ന് വിചാരിക്കരുത്. ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞു, വരങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒരു വിവാഹത്തിൻ്റെ പ്രസാദപരം ഒരാളെ ദാമ്പത്യ സ്നേഹത്തിൽ സ്വർഗീയ സ്നേഹം അനുഭവിക്കാൻ സഹായിക്കും, കുഞ്ഞുങ്ങളെ വളർത്താൻ സഹായിക്കും, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെ സഹായിക്കും. പക്ഷേ അവയല്ല അതിൻ്റെ ലക്ഷ്യം. സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ഞാൻ വിവാഹത്തിൻ്റെ കൃപാവരത്തെക്കുറിച്ച് പറഞ്ഞു, അതുവഴി സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ളതാണ് കൃപാവരം എന്ന് പറയും. ഈ സ്വർഗരാജ്യമെന്ന് പറയുന്ന ലക്ഷ്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യത്തിനും ഒരു മീനിങ് ഉണ്ടാകത്തില്ല. സ്വർഗരാജ്യത്തിൽ എന്ന് പറഞ്ഞ ലക്ഷ്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു മീനിങ് ഉണ്ടാകത്തില്ല. ക്ലേശങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും നമ്മളെ ശക്തരാക്കുന്നത് ഈ സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. അഥവാ ലക്ഷ്യബോധമാണ്. ഞാനൊരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഇരുമ്പ് കസേര, ഒരു ഇരുമ്പ് സീറ്റ്, അതിലൊരു 5-8 മണിക്കൂർ ഇരിക്കാവോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇരിക്കുമോ? 8 മണിക്കൂർ ഇരുമ്പ് കസേര കയറി കുത്തിയിരിക്കാൻ പറഞ്ഞാൽ അയ്യോ ഞാനൊന്നുമില്ല എന്ന് പറയും. പക്ഷെ അത് കഴിയുമ്പോഴാണ് ഞാൻ പറയുന്നത്, പക്ഷേ ഈ ഇരുമ്പ് കസേര കിടക്കുന്ന എവിടെയാണെന്നറിയോ? റോമിലേക്ക് പോകുന്ന ഒരു വിമാനത്തിനകത്താണ് കിടക്കുന്നത്. ആ വിമാനത്തിനകത്ത് ബാക്കി കസേരയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ഒരു കസേര മാത്രം പൊട്ടിപ്പൊളിഞ്ഞ് അതിനിപ്പോൾ കമ്പി മാത്രമേ ഉള്ളൂ, മെറ്റൽ മാത്രമേ ഉള്ളൂ, ഫ്രീയാണ്. വേണമെങ്കിൽ അതിരിക്കും. റോമിൽ മാർപ്പാപ്പയെ കാണാനും റോം സന്ദർശിക്കാനും ഒക്കെ ആയിട്ട് പോകുന്ന വിമാനമാണ്. പക്ഷേ 8 മണിക്കൂർ ഈ ഇരുമ്പ് കസേര ഇരിക്കണം. നിങ്ങൾ ഇരിക്കൂ, വേണേ കമ്പിയെ പിടിച്ചു എന്നോളാം എന്നുണ്ട് അല്ലേ? ഈ ഇരുമ്പ് കസേരയുള്ള ഇരിപ്പ് ആദ്യം വിഷമമാണ്, ഇപ്പോൾ അതെ ഭയങ്കര സന്തോഷമാണ്. എന്താ അതിനെ വ്യത്യാസപ്പെടുന്നത്? കസേരയ്ക്ക് ഒരു മാറ്റം വന്നില്ല. ഇതെന്തിനു വേണ്ടിയാണ് ഇരിക്കുന്നത്? എത്തുന്ന ലക്ഷ്യം റോമിലേക്ക് പോകുന്നു, മാർപ്പാപ്പയെ കാണാൻ. അപ്പോൾ ഈ ഇരിപ്പ് കുഴപ്പമില്ല. നോക്കിക്കേ, ആ ലക്ഷ്യമാണ് ഈ കാര്യത്തെ എളുപ്പമുള്ളതാക്കുന്നത്, അഥവാ അക്സെപ്റ്റ് ചെയ്യാവുന്നതാക്കുന്നത്. വിവാഹ ജീവിതം കുടുംബജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ അതോടെ തീർന്നു. അതേസമയം സ്വർഗം എന്ന ലക്ഷ്യമുണ്ടെങ്കിൽ ആ പോകുന്ന വഴിയിലെ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, ജീവിതങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു, സാമ്പത്തിക ക്ലേശം വരുന്നു, ഇതെല്ലാം ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും അല്ലേ? ഇരുമ്പ് കസേരയ്ക്ക് ഇരുമ്പ് കസേര, പോകുന്ന റോമിലേക്കല്ലേ എന്ന് പറയുന്നത് പോലെ ദാരിദ്ര്യമെങ്കിൽ ദാരിദ്ര്യം, പോകുന്ന സ്വർഗത്തിലേക്കല്ലേ എന്ന് പറയാൻ പറ്റും. ഇതൊരു ഭയങ്കര വ്യത്യാസമാണ്. ഇത് നമ്മൾ കരുതുന്ന പോലെ ചുമ്മാ ഒരു ഐഡിയ ഒന്നുമല്ല. ഇത് ശരിക്കും ബോധ്യപ്പെട്ട ഒരാൾ ഈ പറഞ്ഞതുപോലെ തന്നെയായിരിക്കും അതിനെ സ്വീകരിക്കുന്നത്. ഈ ഇരുമ്പ് കസേര ഇരിക്കുന്നത്, ഞാൻ ഇരുന്നോളാം, ഒരു കുഴപ്പമില്ല, ഞാൻ ഇരുന്നോളാം എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ സ്വീകരിക്കും ജീവിതത്തിലെ ക്ലേശങ്ങൾ. ഇപ്പോൾ പൗരോഹിത്യം ജീവിക്കുന്ന ഒരാൾ നല്ല പങ്കപ്പാടുണ്ട്, ആരെ കൊണ്ട് പറ്റിയതെല്ലാം കൂടെ ചെയ്യാനായിട്ട് ആർക്കും പറ്റും, ബാക്കിയുള്ളവർക്ക് ഇവിടെ കുശാലായിട്ട് ഇപ്പോൾ അച്ഛന്മാരാണ് നോക്ക് എന്തോരം പാടുപെട്ടിട്ട്, എന്നിട്ട് ആൾക്കാരെ ചീത്തയും കേട്ട് അങ്ങനെ വിചാരിക്കാം. മറുവശത്ത് സ്വർഗത്തിൽ പോകാനല്ലേ 2 ചീത്തയും കൂടെ വരട്ടെ എന്ന് നമുക്ക് തോന്നും. എല്ലാ പരിപാടിയും വരട്ടെ, ഇനി വല്ലതും ചെയ്യണം, എന്നാൽ പിന്നെ അതുകൂടെ ചെയ്തേക്കാം എന്ന് നമുക്ക് തോന്നാൻ കാരണം ഇവിടെ നമ്മളത് രസിപ്പിക്കുന്നത് കൊണ്ടല്ല. ശരിക്കും പറഞ്ഞാൽ നല്ല പങ്കപ്പാടുണ്ട്, പക്ഷേ അതിനപ്പുറത്തുള്ള സ്വർഗമാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. ഇതാണ് കൃപാവരം തരുന്നത്. അതുകൊണ്ട് കൃപാവരത്തോടുകൂടെ കുടുംബജീവൻ നയിക്കുന്ന ഒരാളും അല്ലാത്തവരും തമ്മിൽ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, അവർ ഈ ഇവിടുത്തെ പരാതികളും ഇങ്ങനെ ഇങ്ങനെയാ, അതിനുവേണ്ടി കൊച്ചു തന്നാൻ വേണ്ടി പള്ളി പോകണു, കടബാധ്യത നീങ്ങാൻ വേണ്ടി ധ്യാനം കൂടാൻ പോകണു, ഇതിനുവേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എന്നാൽ കൃപാവരം ഉപയോഗിക്കുന്ന ഒരാൾ ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അവയെ അതിജീവിച്ചുകൊണ്ടും സ്വർഗത്തിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ സന്തോഷിച്ച് അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ഇത് ഭയങ്കര വ്യത്യാസമാണ്. കൃപാവരം ശരിക്കും അതിനു വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് തിരുസഭ അങ്ങനെ പഠിപ്പിക്കുന്നത്. ഇനി എന്തെന്നാൽ അവിടത്തേക്ക് മാത്രമേ തന്നെ വെളിപ്പെടുത്തുകയും തന്നെ നൽകാനും കഴിയുള്ളൂ. മനുഷ്യബുദ്ധിയുടെയും ഇച്ഛയുടെയും അതുപോലെ തന്നെ മറ്റ് എല്ലാ ജീവികളുടെയും ബുദ്ധിയുടെയും ഇച്ഛയുടെയും കഴിവുകളെയും ശക്തികളെയും അത് അതിലംഘിക്കുന്നു. ഭൂമിയിൽ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ശക്തികളെക്കാളും എല്ലാ ഇച്ഛകളെക്കാളും അതിനെയൊക്കെ അതീതമാണ് ഈ പ്രകൃതിയാതീതമായ കൃപാവരത്തിൻ്റെ ശക്തിയും സ്വഭാവവും. അടുത്തത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് 1999 നമ്മളിങ്ങനെ വായിക്കും, ഈശോ മിശിഹായുടെ കൃപാവരം ദൈവം നമുക്ക് തരുന്ന സൗജന്യദാനമാണ്. ദൈവം നമുക്ക് തരുന്ന സൗജന്യദാനമാണ്. അവിടുത്തെ തന്നെ ജീവൻ്റെ ഈ ദാനം നമ്മുടെ ആത്മാവിനെ പാപത്തിൽ നിന്ന് സുഖപ്പെടുത്താനും പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനും അതിനെ വിശുദ്ധീകരിക്കാനുമായി പരിശുദ്ധ റൂഹായിലൂടെ നമ്മുടെ ആത്മാവിലേക്ക് ചൊരിയപ്പെടുന്നു. അത് മാമോദീസയിൽ ലഭിക്കുന്ന വിശുദ്ധീകരിക്കുന്ന അഥവാ ദൈവീകമാക്കുന്ന കൃപാവരമാണ്. ഇതാണ് നമ്മിലെ വിശുദ്ധീകരണ പ്രവൃത്തിയുടെ സ്രോതസ്. അഥവാ ഈ പരിശുദ്ധ മാമോദീസയാണ്
അതിലൂടെ ഒഴുകുന്ന കൃപാവരമാണ് നമ്മുടെ വിശുദ്ധീകരിക്കുന്നതിൻ്റെ സ്രോതസ്. അതുകൊണ്ടാണ് ചാവറയച്ചൻ, വിശുദ്ധ ചാവറയച്ചൻ മരണനാളുകളിൽ പറഞ്ഞ ഒരു കാര്യം എപ്പോഴും എല്ലാവരും അനുസ്മരിക്കുന്നത്, കർത്താവെ, മാമോദിസയിൽ എനിക്ക് ലഭിച്ച കൃപാവരം ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്നോർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്ന് വെച്ചാൽ അതാണ് ഈ കൃപാവരത്തിൻ്റെ സോഴ്സ്. അത് ഞാൻ കെടുത്തിക്കളഞ്ഞില്ല, ആ ചാനൽ ഞാൻ അടച്ചു കളഞ്ഞില്ല എന്ന് പറഞ്ഞു മരിച്ച വിശുദ്ധ ചാവറയച്ചൻ ഒരു അത്ഭുത സംഭവമാണ്. നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. നമ്മളെല്ലാവരെയും ദൈവം വിളിക്കുന്ന അതിനകത്തേക്കുമാണ്. ഇനി 2 കൃപാവരത്തെക്കുറിച്ച് പറയാം. ഒന്ന് സാങ്ക്ടിഫൈങ് ഗ്രേസ് ആണ്. സാങ്ക്ടിഫൈങ് ഗ്രേസ്. ഈ സാങ്ക്ടിഫൈങ് ഗ്രേസിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഹബിച്വൽ ഗ്രേസും 2 ആക്ച്വൽ ഗ്രേസുമാണ്. ഇതെന്താണ് ഇത് എന്ന് ഞാൻ മനസ്സിലാവുന്ന പോലെ പറയാം. ഞാനത് വായിച്ചുകൊണ്ട് തന്നെ അതിനകത്ത് തന്നെ കേട്ടോണ്ട് നമുക്ക് പറയാം. വിശുദ്ധീകരണ കൃപാവരം സ്ഥായിയായി ലഭിക്കുന്ന ഒരു ദാനമാണ്. അതായത് സാങ്ക്ടിഫൈങ് ഗ്രേസ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന കൃപാവരം സ്ഥിരമായി ലഭിക്കുന്നതാണ്. അത് കുറച്ചെങ്കിൽ നന്നുവിടുമല്ല, സ്ഥിരമായി ലഭിക്കുന്നതാണ്. ദൈവത്തോടൊത്ത് ജീവിക്കാനും അവിടുത്തെ സ്നേഹം കൊണ്ട് പ്രവർത്തിക്കാനും ആത്മാവിനെ ശക്തമാക്കുന്നതിന് വേണ്ടി ആത്മാവിനെ പൂർണ്ണമാക്കുന്ന സ്ഥിരവും പ്രകൃതിക്ക് അതീതവുമായ ഒരു യാഥാർത്ഥ്യമാണ് ഈ വിശുദ്ധീകരണ കൃപാവരം. പരിശുദ്ധ മാമോദിസയിൽ ദൈവം നമുക്ക് തരുന്നത് ഈ വിശുദ്ധീകരണ കൃപാവരമാണ്. സാങ്ക്ടിഫൈങ് ഗ്രേസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സാങ്ക്ടിഫൈങ് ഗ്രേസ്, നമ്മെ വിശുദ്ധീകരിക്കുന്ന കൃപാവരം. അത് നിരന്തരം നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. തിരുപ്പട്ടത്തിൽ അതൊരു അതിശക്തമായ വിശുദ്ധീകരണത്തിലേക്ക് നമ്മളെ നയിക്കും. അങ്ങനെയാണ്. ഇനി ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്ഥിരമായ മനോഭാവം സ്ഥായിയായ കൃപാവരത്തെ അഥവാ ഹബിച്വൽ ഗ്രേസിനെ മാനസാന്തരത്തിൻ്റെ ആരംഭത്തിലോ വിശുദ്ധീകരണ പ്രവൃത്തിയുടെ ഗതിയിലോ ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളായ പ്രവർത്തനാത്മക കൃപാവരങ്ങളിൽ അഥവാ ആക്ച്വൽ ഗ്രേസിൽ നിന്ന് വേർതിരിച്ച് കാണും. ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ദൈവം കൊടുക്കുന്ന കൃപാവരത്തെയാണ് ആക്ച്വൽ ഗ്രേസ് എന്ന് പറയുന്നത്. ആക്ച്വൽ ഗ്രേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ, ഒരു കാര്യം നിർവഹിക്കാൻ, ഒരു വിവാഹ ദൗത്യം നിർവഹിക്കാൻ, പൗരോഹിത്യ കർമ്മം നിർവഹിക്കാൻ ദൈവം നൽകുന്ന കൃപാവരമാണ് ഈ ആക്ച്വൽ ഗ്രേസ്. അത് ആക്ച്വലൈസ് ചെയ്യും. ആ വിശുദ്ധീകരണത്തിൻ്റെ ദൗത്യത്തെ, അതിൻ്റെ ഫലങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കും. അതാണ് ആക്ച്വൽ ഗ്രേസ്. ഹബിച്വൽ ഗ്രേസ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായ കൃപാവരമാണ്. ഈ വിശുദ്ധീകരണ കൃപാവരം അതിൽ തന്നെ സ്ഥായിയായ കൃപാവരമാണ്. അതും ഈ പറഞ്ഞ ഒരു പ്രവൃത്തിക്ക് വേണ്ടി നൽകുന്ന കൃപാവരം, ഒരു പ്രബോധനം നൽകാൻ വേണ്ടി നൽകുന്ന കൃപാവരം, വിവാഹത്തിന് വേണ്ടി നൽകുന്ന കൃപാവരം. അതിൽ നിന്ന് ഈ സാങ്ക്ടിഫൈങ് ഗ്രേസ് നമ്മളെ നിരന്തരം വിശുദ്ധീകരിക്കുന്ന മാമോദിസയിലെ നൽകിയിരിക്കുന്ന കൃപാവരവും രണ്ടാണ് എന്ന് തിരുസഭ പഠിപ്പിക്കും. അതിനെ വിവേചിച്ച് തന്നെ കാണണമെന്നാണ്. ഇനി കൃപാവരം സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന തയ്യാറെടുപ്പ് പോലും കൃപാവരത്തിൻ്റെ ഫലമാണ് എന്ന് തിരുസഭ പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ, കൃപാവരം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ കൃപാവരം ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്ത് കൃപാവരം സ്വീകരിക്കാൻ പോലും ദൈവം നമുക്ക് കൃപ തരും. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൽ പറ്റത്തില്ല. കാരണം പാപിയായ ഹ്യൂമനായ ഒരാൾക്ക് എങ്ങനെയാണ് തന്നിൽ ഒരു ദൈവീക റിയാലിറ്റി സ്വീകരിക്കാൻ പറ്റുന്നത്? അപ്പോൾ അത് സ്വീകരിക്കാനായിട്ട് അയാൾക്ക് അത് എന്നാന്ന് തോന്നണം, അല്ലേ? അതിനുള്ള ദാഹം ഉണ്ടാവണം. ഇതും കൂടെ ദൈവം നമുക്ക് തരും. അതിനെയാണ് ഈ കൃപാവരം സ്വീകരിക്കാൻ മനുഷ്യൻ നടന്ന തയ്യാറെടുപ്പ് തന്നെ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ പ്രവർത്തനമാണ് എന്നൊക്കെ പറയും. ഈ പ്രവർത്തനം എന്താണ്? അത് സ്വതന്ത്രമായ പ്രത്യുത്തരമാണ്. അതായത് ഫ്രീ ആയിട്ടുള്ള റെസ്പോൺസാണ്. നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവമേ എനിക്ക് തരണമേ എന്ന് യാചിക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം മാമോസ് പറയാൻ നേരത്ത് നീ പാപത്തെ ഉപേക്ഷിക്കുന്നോ എന്ന് ചോദിക്കും. വിവാഹത്തിൻ്റെ സമയത്ത് നീ ആളുടെ ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നോ എന്ന് ചോദിക്കും. സ്വാതന്ത്ര്യത്തോടുകൂടെ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കൃപാവരം ലഭിക്കത്തുള്ളൂ. അല്ലാണ്ട് തടഞ്ഞു വെച്ചേക്കുന്ന ഒരാൾക്ക് അത് കിട്ടില്ല. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആർക്കും കൃപാവരം കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇനി അതിനെ ചുരുക്കി പറയുകയാണ്, കൃപാവരം പ്രഥമവുമായി നമ്മെ നീതീകരിക്കുകയും ജസ്റ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ പാപം മോചിക്കും, വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. എന്നാൽ തന്നെ പ്രവർത്തനത്തോട് നമ്മെ ബന്ധപ്പെടുത്തുന്നതിനും മറ്റുള്ളവരുടെ രക്ഷയ്ക്കായുള്ള അവിടുത്തെ പ്രവൃത്തിയിലും സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ വളർച്ചയിലും സഹകരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനങ്ങളെയും കൃപാവരം ഉൾക്കൊള്ളുന്നുണ്ട്. അടുത്തതാണ് ആ കാര്യം. ഈ കൃപാവരത്തിനകത്ത് ദാനങ്ങളുണ്ട്. ഇവ കൂദാശപരമായ കൃപാവരങ്ങളാണ്. വിവിധ കൂദാശകൾക്ക്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടത്, കൂദാശകൾക്ക് സഹജമായ ദാനങ്ങളാണ്. വിവിധ കൂദാശകൾക്ക് സഹജമായ ദാനങ്ങൾ, അതായത് വിവാഹത്തിന് സഹജമായ വിവാഹത്തിൻ്റെ ദാനങ്ങൾ, തിരുപ്പട്ടത്തിന് അനുയോജ്യമായ തിരുപ്പട്ടത്തിൻ്റെ ദാനങ്ങൾ അങ്ങനെ തരും. കൂടാതെ സവിശേഷ കൃപകളുണ്ട്. അവയെയാണ് വിശുദ്ധ പൗലോസ് ഗ്രീക്ക് പദം ഉപയോഗിച്ച് വരങ്ങൾ, കരിസ്മാത്ത എന്ന് വിളിക്കുന്നത്. കരിസ്മാത്ത, അതായത് പൗലോസിനെ പറയാണ് പ്രവചനപരമുണ്ട്, ഭാഷാപരമുണ്ട് എന്നൊക്കെ പൗലോസിനെ പറയില്ലേ. ഇങ്ങനത്തെ വരങ്ങളുണ്ട്. അതിന്റെ അർത്ഥം പ്രത്യേക ആനുകൂല്യം, സൗജന്യമായ ദാനം, ഉപകാരം എന്നൊക്കെ പ്രത്യേക ആനുകൂല്യമാണ്. ഭാഷാപരം ഒരു പ്രത്യേക ആനുകൂല്യമാണ്. ചില ആളുകൾക്ക്
ദൈവം നൽകുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. അത് സാങ്ക്ടിഫൈങ് ഗ്രേസ് ഒക്കെ എല്ലാവർക്കും കോമൺ ആണ്. വിവാഹത്തിന്റെ പോലത്തെ കൗദാശിക പ്രസാദവരങ്ങൾ ആ കൂദാശ സ്വീകരിക്കുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. എന്നാൽ ഇത് സവിശേഷ വരങ്ങളാണ്, കരിസ്മാത്തയാണ്. വരങ്ങളുടെ സ്വഭാവം എന്തായിരുന്നാലും അവ അത്ഭുത പ്രവർത്തന വരമോ ഭാഷാപരമോ പോലെ അസാധാരണമായിരുന്നാലും അവ ശുദ്ധീകരണ കൃപാവരത്തിലേക്ക് നയിക്കുന്നവയും സഭയുടെ പൊതു നന്മയെ ലക്ഷ്യമാക്കി. രണ്ട് കാര്യങ്ങളാണ്. ഇപ്പൊ ഭാഷാപരമുണ്ട്, അതെന്തിലേക്ക് നമ്മളെ നയിക്കും? ഒന്നാമത് അത് നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതാണ്, സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള. രണ്ടെന്താണ്? സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ്, സഭയുടെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവ സഭയെ പടുത്തുയർത്തുന്ന സ്നേഹത്തിന്റെ സേവനത്തിന് വേണ്ടിയുള്ളതാണ്, അല്ലാണ്ട് ആരുടെയും സ്വകാര്യ ഉപയോഗത്തിനുള്ളതല്ല. ചില ആളുകൾ രോഗശാന്തി വരം കൊടുത്ത് പൈസയൊക്കെ ഉണ്ടാക്കും, അതിനു വേണ്ടിയുള്ളതല്ല. ഇത് ദൈവത്തിന്റെ സഭയെ പടുത്തുയർത്താൻ വേണ്ടിയുള്ളതാണ്, ദൈവത്തിന്റെ സഭയെ പടുത്തുയർത്താൻ വേണ്ടിയുള്ളതാണ്. ഇനി അതുകൊണ്ട് ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യമാണ് ഇപ്പൊ നമ്മൾ വായിക്കാൻ പോകുന്നത്. 2004 സവിശേഷ കൃപാവരങ്ങളിൽ ജീവിതാവസ്ഥയുടെ കൃപാവരങ്ങളെയും പരിഗണിക്കണം. ജീവിതാവസ്ഥയുടെ കൃപാവരങ്ങൾ വിവാഹത്തിന്റെ പോലെയൊക്കെ അവ ക്രൈസ്തവ ജീവിതത്തിന്റെയും സഭയ്ക്കുള്ള ശുശ്രൂഷകളുടെയും ഉത്തരവാദിത്വങ്ങളുടെ നിർവഹണത്തോട് ഒത്തുപോകുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങളെ വളർത്തൽ എന്ന് പറയുന്ന ഉത്തരവാദിത്തോട് ഒത്തുപോകുന്ന വരങ്ങൾ, അവയെ സഹായിക്കുന്ന വരങ്ങൾ. ഒരു വൈദികനെ പഠിപ്പിക്കാനുള്ള കടമയുണ്ട്, അതിനാവശ്യമായ വരങ്ങൾ. അങ്ങനെ നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളെ നിർവഹിക്കാൻ വേണ്ടിയുള്ള വരങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന വരം കൃപകൾ അനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനപരം വിശ്വാസം ചേർന്ന വിധം പ്രവചിക്കുന്നതിനും, ശുശ്രൂഷാപരം ശുശ്രൂഷ നിർവഹത്തിലും, അധ്യാപനപരം അധ്യാപനത്തിലും, ഉപദേശത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടും നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും അത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധത്തിൽ നമ്മൾ വായിക്കും. ഇനി കൃപാവരം 2025 പറയുകയാണ്, കൃപാവരം നമ്മുടെ അനുഭവത്തിൽ ഒതുങ്ങുന്നതല്ല, അത് വിശ്വാസത്തിലൂടെ അല്ലാതെ അറിയാനാവില്ല. കാരണം അത് പ്രകൃതി അതീത ക്രമത്തിൻ്റെതാണ്. ഈ ഭൂമിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതോ തൊടുന്നതോ അല്ല. അതുകൊണ്ട് നാം നീതീകരിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്തു എന്ന നിഗമനത്തിലെത്താൻ നമ്മുടെ തോന്നലുകളെയോ നമ്മുടെ പ്രവൃത്തികളെയോ ആശ്രയിക്കാൻ സാധ്യമല്ല. എനിക്ക് തോന്നി, സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, അങ്ങനല്ല. അത് വിശ്വാസത്തിൻ്റെതാണ്, അത് സ്വാഭാവികമാണ്. അവയെ എങ്ങനെ തിരിച്ചറിയും? അവയെ തിരിച്ചറിയാനുള്ള ഏകമാർഗം പഠിപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ അവയുടെ ഫലങ്ങൾ കൊണ്ട് അവയെ തിരിച്ചറിയും. എന്ന് വെച്ചാൽ വിവാഹത്തിൽ കൃപാകരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം എന്താണ്? സ്വർഗമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വഴി നമ്മൾ തിരിച്ചറിയും. സ്വർഗത്തിന്റെ ആനന്ദമാണ്. കുടുംബജീവിതം നല്ല സന്തോഷമൊക്കെയാ, രസമുണ്ട്. മറുവശത്ത് വേറെ ആൾ പറയാണ്, കുടുംബജീവിതം സ്വർഗീയ ആനന്ദത്തിൻ്റെതാണ്. ആത്മാവ് വളരുന്നു, പ്രാർത്ഥനാ ചൈതന്യം കൂടുന്നു, ആത്മീയതയിൽ വളരുന്നു, സ്വർഗത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അത് കൃപാവരം. ഇങ്ങനെ അതിന്റെ ഫലങ്ങളിൽ നിന്നാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെ തുറന്നത് പഠിപ്പിക്കും. ഈ വരങ്ങളെക്കുറിച്ച് 2-3 കാര്യങ്ങൾ തിരുസഭ പഠിപ്പിക്കുന്ന മറ്റൊരു സ്ഥലത്ത് 799 799 അതൊരു പറഞ്ഞ് നമ്മൾ ക്ലാസ് നടത്തും. ഞാൻ ജസ്റ്റ് വായിക്കാം, വായിച്ചാൽ തന്നെ സിമ്പിളാണ്, മനസ്സിലാവും. സിദ്ധികൾ അഥവാ ഈ കരിസ്മാത്ത അസാധാരണമോ ലളിതമോ വിനീതമോ ആയാലും, എന്ന് വെച്ചാൽ ചെറിയൊരു വരമാണെന്ന് വിചാരിച്ചു, അസാധാരണമാണ്, ചിലത് അസാധാരണമായിരിക്കും, അത്ഭുതം. ഇപ്പം രോഗശാന്തി വരമോ അല്ലെ ദർശനപരമോ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നുമില്ല, കുറച്ച് പേർക്കൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അത് അസാധാരണമായിരിക്കാം. അല്ലെ മരിച്ചവരെ ഏൽപ്പിക്കാനുള്ള ഒരു വരമുള്ള ആൾ ഉണ്ടെന്ന് കരുതുക, അത് അങ്ങനെയായിരിക്കും. ഇനി ചിലപ്പോൾ ലളിതമായിരിക്കാം, ചിലപ്പോൾ ഒരു കുഞ്ഞു കാര്യം മനോഹരമായി ചെയ്യാനുള്ള ഒരു വരം ഉണ്ടാവും. ചെറിയൊരു കാര്യം മനോഹരമായി ചെയ്യാൻ, സ്വർഗീയമായി ചെയ്യാൻ. അങ്ങനെ ആയാലും അത് ഏതായിരുന്നാലും പരിശുദ്ധാത്മാവിൽ നിന്നുള്ള കൃപാവരങ്ങളാണ്. അവ പ്രത്യക്ഷമായോ പരോക്ഷമായോ തിരുസഭയ്ക്ക് ഉപകാരപ്രദമാണ്. എന്ന് വെച്ചാൽ നേരിട്ട് ഒരാൾ തന്നെ വിശുദ്ധീകരിക്കപ്പെടും. ഇപ്പൊ ഉദാഹരണത്തിന് ഭാഷാവരത്തിന്റെ പ്രത്യേകത എന്താണ്? ചില ആളുകൾക്ക് ഭാഷാവരത്തെ ഒട്ടും ഇഷ്ടമല്ല. ഭാഷാവരം ചുമ്മാ അവരെ കകിരിപ്പിക്കുന്നു പറഞ്ഞ ഒച്ച കേൾപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ആളുകൾ പുച്ഛിക്കുകയൊക്കെ ചെയ്യും. ഭാഷാവരം ഉള്ള ആളുകളെ പുച്ഛിക്കും. ചില ആളുകൾ ഭാഷാവരം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചുമ്മാ ഈ പറഞ്ഞ പോലെ കാക്കിരിപ്പിക്കുന്നു പറഞ്ഞ ഒച്ച കേൾപ്പിക്കും. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ശരിക്കും ഭാഷാവരമുള്ള ഒരാളെ അല്ലെങ്കിൽ വരങ്ങളൊക്കെ പ്രകടമാകുന്നതിനെ നമ്മൾ ആരും നിന്ദിക്കാൻ പാടില്ല. ഭാഷാവരം ഇതെന്തോ ഇത് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇതെന്താ സാധനം, ഇതെന്തിനാ ഇയാൾക്കിറങ്ങി ഇത് ഒച്ച ഉണ്ടാക്കുന്നത്? ഭാഷാവരം എന്താന്ന് മനസ്സിലാക്കി ചുമ്മാ ഇങ്ങനെ ഓർത്താൽ മതി. ഒരു വലിയ തമാശ കിട്ടുന്ന വിചാരിച്ചു, നിങ്ങൾ എന്താ ചെയ്യുക? ഇതൊരു വലിയ തമാശയാണ്, എനിക്ക് സന്തോഷമായി എന്ന് പറയുവാണ് ചെയ്യുക. അല്ല, ആളുകൾ ഹഹഹ എന്ന് പറയും. ഈ ഹഹഹ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ, ഹഹഹ എന്ന് പറഞ്ഞ എന്താ അർത്ഥം തന്നെ? അതിനർത്ഥമൊന്നുമില്ല. ഭയങ്കര ദുഃഖം വന്നു, ഞാൻ അതീവ ദുഃഖിതനായിരിക്കുന്നു എന്നാണ് പറയുക. ഹീ മീ ഹീ എന്നൊക്കെ പറഞ്ഞ് കരയും. ഈ പറഞ്ഞ ഹീ ഹീ മീ എന്ന് പറഞ്ഞ കരയുന്നതിന്റെ അതിന്റെ ആ ഒച്ചയുടെ അർത്ഥം എന്താ? അതിന് ഒച്ചയ്ക്ക് അർത്ഥമൊന്നുമില്ല. കാരണം എന്താണ്? എന്തെങ്കിലും പറഞ്ഞു തീർക്കുക. ഇപ്പൊ തന്നെ വലിയ സന്തോഷം വരുമ്പം ആൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ?
എനിക്ക് വലിയ സന്തോഷമായി, ഇതൊരു വലിയ തമാശയാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ? അവര് നിയന്ത്രണം വിട്ട് ചിരിക്കും, ഹാ 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 എന്ന് പറഞ്ഞിരിക്കും. സമാനമായി സ്വർഗീയമായ അഭൗമികമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി അതിനോട് താനറിയാതെ റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഭാഷാവരം. അത് ആൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, ആൾക്ക് മാത്രമേ പ്രയോജനപ്പെടുള്ളൂ. അതുകൊണ്ടാണ് പൗലോസേ പറയിപ്പിക്കുന്നത്, ഈ ഭാഷാപരമല്ലേ അത് ഏറ്റവും കുഞ്ഞു വരമാണ്, കാരണം ആൾക്ക് മാത്രമേ പ്രയോജനമുള്ളൂ, സഭയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല. അതേസമയം അവൻ പ്രബോധനപരമുള്ളതെന്ന് വിചാരിച്ചോ, എല്ലാവർക്കും നന്മയുണ്ടാവും. മറ്റതാണെങ്കിലോ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പൗലോസിനെ അതിനെ കുഞ്ഞു വരം എന്ന് വിളിക്കുന്നത്. കാരണം അത് പേഴ്സണല, അല്ലാണ്ട് അത് ചെറിയ കാര്യമായതുകൊണ്ടല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ചില വരങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും സഭയ്ക്ക് പ്രയോജനമാവുള്ളൂ. ഇപ്പൊ ഒരാൾക്ക് ഭാഷാപരമുണ്ട്, അതുകൊണ്ട് ഇപ്പൊ എന്താ കാര്യം, അയാൾക്ക് കൊള്ളാം എന്ന് പറയാം. പക്ഷേ ആ ആള് വിശുദ്ധീകരിക്കപ്പെടുമ്പം ആ ആളും കൂടി ഉൾപ്പെടുന്ന സഭയ്ക്ക് നന്മയുണ്ട്, അല്ലെ, ഇൻഡയറക്റ്റ് ആയിട്ട്. എന്നാൽ ചില വരങ്ങൾ, ഇപ്പൊ പ്രബോധന വരം, അത് ഡയറക്റ്റ് ആയിട്ട് സഭയുടെ പഠിത്തത്തിന് സഹായിക്കും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവ നേരിട്ടാണെങ്കിലും അല്ലെങ്കിലും എന്ന് പ്രത്യക്ഷമായ പരോക്ഷമായ സഭയ്ക്ക് ഉപകാരപ്രദമാണ്. അവ എന്തിനുള്ളതാണ്? സഭയുടെ പടുത്തുയർത്തലിനും മനുഷ്യരുടെ നന്മയ്ക്കും ലോകത്തിന്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഈ വരങ്ങൾ. രണ്ട് സ്വാർത്ഥകാര്യത്തിനോ ലാഭം ഉണ്ടാക്കാനോ ഉള്ളതല്ല. ഇനി അടുത്തത് എന്താണ്? സിദ്ധികൾ സ്വീകരിക്കുന്നവരും അതുപോലെ സഭയുടെ എല്ലാ അംഗങ്ങളും അവയെ കൃതജ്ഞതാപൂർവം സ്വീകരിക്കണമെന്ന് തിരുസഭ 800 പഠിപ്പിക്കും. കൃതജ്ഞതയോടെ സ്വീകരിക്കണം. വരം സ്വീകരിക്കാനുള്ള മാർഗവും വരം സ്വീകരിക്കുമ്പോൾ ചെയ്യേണ്ടതും നന്ദിയാണ്. കൃതജ്ഞതയോടെ സ്വീകരിക്കണം. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വലിയ കൃതജ്ഞതാ പ്രകാശനം പരിശുദ്ധ കുർബാനയാണ്. നന്ദി പറഞ്ഞ് കുർബാനയിൽ നന്ദി പറഞ്ഞ് സ്വീകരിക്കണം. അപ്പോഴേ ഈ വരങ്ങളൊക്കെ വളരുള്ളൂ. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞു, പള്ളി പോകത്തില്ല, അവന് വരം ഒന്നും വളരത്തില്ല, അതിനകത്ത് ഒരു വരം ഉണ്ടാകത്തില്ല. കാരണം ഈ സ്തോത്രം അർപ്പിക്കാതെ കൃതജ്ഞതയോടെ സ്വീകരിക്കാതെ ഇതൊന്നും ഫലമണിയത്തില്ല എന്ന് നമ്മൾ ഓർക്കണം. എപ്പോഴും നന്ദി പറഞ്ഞു. ചുമ്മാ വാക്കാൽ നന്ദി പറയൽ മാത്രമല്ല, സഭയുടെ ഔദ്യോഗിക നന്ദി പറച്ചിലുകളിൽ കൂദാശകൾ തുടർ കൂദാശകൾക്കകത്ത് പ്രവേശിക്കണം, അതുവഴി നന്ദി പറയാം എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പസ്തോലികമായ സജീവത്വത്തിനും മിശിഹായുടെ ശരീരം മുഴുവന്റെ വിശുദ്ധിക്കും വേണ്ടിയുള്ള കൃപാവരത്തിന്റെ വിസ്മയനീയമായ സമ്പത്താണത്. പക്ഷേ ആ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെടുന്നവയും അതേ ആത്മാവിന്റെ യഥാർത്ഥമായ പ്രചോദനങ്ങൾക്ക് തികച്ചും അനുരൂപമായ വിധത്തിൽ, അതായത് എല്ലാ സിദ്ധികളുടെ യഥാർത്ഥ മാനദണ്ഡമായ സ്നേഹത്തിനനുസൃതമായി ഉപയോഗിക്കപ്പെടുന്നവയുമായിരിക്കണം. ദുഷ്ടകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല വരങ്ങൾ എന്നാണ്. തിന്മയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്, സ്നേഹത്തോന് വേണ്ടി മാത്രം ഉപയോഗിക്കണം. ഇനി 801 ഒരു വളരെ ഗൗരവമുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാം. ഈ അർത്ഥത്തിൽ സിദ്ധികളുടെ വിവേചിച്ചറിയാം എന്ന് പറഞ്ഞാൽ, ഒരാളിൽ ഇത് വരമാണോ പ്രവർത്തിക്കുന്നത് അല്ലയോ എന്ന് വിവേചിച്ചറിയാം. ഒരാൾ വെറുതെ കക്കിരിപ്പിക്കുന്ന ഒച്ച കപ്പിക്കുവാണോ അതോ വരമാണോ ഉപയോഗിക്കുന്നത്? ഒരാൾ വരം ഉപയോഗിച്ചാണോ ഇത് ചെയ്യുന്നത് അതോ അയാൾ എന്തെങ്കിലും മാന്ത്രികവിധി കാണിക്കുവാണോ എന്നറിയൽ, വിവേചിച്ചറിയൽ എപ്പോഴും ആവശ്യമാണ്. ഇനി ഇതെങ്ങനെ വിവേചിച്ചറിയും? തിരുസഭ പഠിപ്പിക്കുകയാണ് 801. സഭയിലെ അജപാലകരോടുള്ള ബന്ധത്തിൽ നിന്നും അവർക്ക് വിധേയമാക്കുന്നതിൽ നിന്നും ഒരു ക്യാരിസവും ഒരു വരവും ഒഴിവാക്കപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ അതിനതീതമായ ഒരു വരവുമില്ല. എല്ലാ വരവും സഭയിലെ അജപാലകരോടുള്ള ബന്ധത്തോടും അവർക്ക് വിധേയപ്പെടുന്നതിലുമാണ് നിലനിൽക്കുന്നത്. 801 വായിച്ചു നല്ലതാണ്. സഭയിലെ അജപാലകരോടുള്ള ബന്ധത്തിൽ നിന്നും അവർക്ക് വിധേയമാക്കുക. ഇപ്പൊ സഭയിലെ അജപാലകരുടെ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ധ്യാനേന്ദ്രത്തിനകത്ത് രോഗശാന്തി വരമുള്ള ഒരു മനുഷ്യൻ കുറച്ച് കഴിയും പറയാണ്, അച്ഛനായിട്ട് വഴക്കുണ്ടായി, എനിക്ക് വരമുണ്ട്, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം, നമ്മൾ വലിയ ബന്ധമൊന്നും വേണ്ട എന്ന് പറയാൻ പറ്റില്ല. അജപാലകരോടുള്ള ബന്ധത്തിൽ മാത്രമേ വരങ്ങൾ ഉപയോഗിക്കാവൂ. മെത്രാനാണ് അജപാലകൻ. മെത്രാൻ നിയമിച്ചിരിക്കുന്ന വൈദികരും അജപാലകരാണ്. അതിനോടുള്ള ബന്ധത്തിൽ മാത്രമേ ചെയ്യാവൂ. എന്ന് വെച്ചാൽ അതെങ്ങനെ ചെയ്യണം? വരങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി മെത്രാന്മാരെ, വൈദികരെ അറിയിക്കണം. അവരുടെ നിർദ്ദേശത്തിലും നിയന്ത്രണത്തിലും ആവശ്യപ്പെടുന്നതിനനുസരിച്ച് മാത്രം ചെയ്യണം. നിർത്താൻ പറയുമ്പോൾ നിർത്തണം, ചെയ്യാൻ പറയുമ്പോൾ ചെയ്യണം. കാരണം എന്താണ്? നമ്മുടെ അല്ല, സഭയുടെ ആത്മാവിൻ്റെതാണ്. അത് ആ എളിമയോട് കൂടി ചെയ്യണം. അപ്പോഴേ സഭയ്ക്ക് നന്മയുണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇയാൾക്ക് കാശ് കിട്ടുകയോ ഒക്കെ ചെയ്യുന്നിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്തുകൊണ്ട് ഇനി അടുത്ത അവർക്ക് വിധേയമാകുന്നതിൽ നിന്നും എന്ന് പറഞ്ഞാൽ, ഈ മെത്രാൻ പറയുകയാണ്, ഈ വരം ഇനി ഉപയോഗിക്കേണ്ട, വരം പരിശുദ്ധാത്മ വന്നിട്ട് ഉപയോഗിക്കേണ്ട എന്ന് പറയാൻ മെത്രാൻ ആരാണ് എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. വിധേയമാകുന്നതിൽ നിന്നും ഒരു വരവും ഒഴിവാക്കപ്പെടുന്നില്ല. അതിന് എക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു വരവും ഇല്ല എന്നാണ് തിരുസഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത്. എന്നെ കണ്ടുപിടുത്തൊന്നുമല്ല, സഭ പഠിപ്പിക്കുന്നതാണ്. ഇനി എന്ന് പറയുമ്പം ഈ വൈദികരുടെ ദൗത്യം എന്താണ്? അത് കൊള്ളാമല്ലോ, ഒരു തന്നെ വരവിടെ വേണ്ട എന്ന് പറയലല്ല. പകരം തിരുസഭ പഠിപ്പിക്കുകയാണ്, യഥാർത്ഥത്തിൽ അവരുടെ ദൗത്യം ആത്മാവിന്റെ കെടുത്തിക്കളയുകയല്ല. അപ്പൊ അച്ഛൻ പറയാണ്, ഓരോ വരവായിട്ട് വന്നു, മിണ്ടാണ്ട് അവിടെ ഇരുന്നാൽ മതി, ഞാൻ പറഞ്ഞത് അങ്ങനെ വരത്തെ കെടുത്തിക്കളയുകയല്ല. എല്ലാം കൂടി ഭാഷാവരം വെച്ചിട്ട് മിണ്ടാണ്ടേ, ഉള്ള സ്രോതസ്സിനായില്ലേ, അല്ലാണ്ട് ഇവിടെ ഭാഷാവരം ഒന്നും വേണ്ട
എന്ന് പറയുകയല്ല. പിന്നെ എന്താണ് അച്ഛൻ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ അവരുടെ ദൗത്യം ആത്മാവിനെ കെടുത്തിക്കളയുകയല്ല, പിന്നെയോ എല്ലാം പരിശോധിച്ചറിയുകയും. ഒന്നാമത് എല്ലാം പരിശോധിച്ചറിയണം. ചുമ്മാ കണ്ണു അടച്ച ഒരാളെ അയച്ചുവിടരുത്, പരിശോധിച്ചറിയണം. എന്നിട്ട് രണ്ട്, നന്മയായതിനെ മുറുകെ പിടിക്കുകയുമാണ്. ഇത് ഭാഷാപരമാണ്, അപ്പൊ മുറുകെ പിടിക്കണം, മറ്റത് അല്ല, മാറ്റി നിർത്തും. അങ്ങനെ ചെയ്യലാണ്. വ്യത്യസ്തങ്ങളും പരസ്പര പൂരകങ്ങളുമായ എല്ലാ സിദ്ധികളും പൊതുനന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിനാണ് അജപാലകർക്ക് ഇവ വിധേയപ്പെടുത്തിയിരിക്കുന്നത്. പൊതു നന്മയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന കാര്യസ്ഥന്മാരാണ് അവരെന്നുള്ളത് കൊണ്ടാണ് അത് അവരിൽ ഈ ഈ ഈ അധികാരം മിശിഹ നിയമിച്ച് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഞാൻ കുറച്ചേ പറഞ്ഞുള്ളൂ, 1 മണിക്കൂർ കൊണ്ട് പറയാനായിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടതാണ്. പക്ഷെ അത് അതിൻ്റെ ഒരു ബേസിക് കാര്യം മാത്രമാണ്. വരങ്ങൾ എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു ഓർക്കേണ്ട കാര്യം എന്നറിയോ? വരങ്ങൾ വാക്കുകൾ കൊണ്ട് പറയുന്നതും നമ്മൾ വ്യാഖ്യാനിക്കുന്നതും ഡിഫൈൻ ചെയ്യുന്നതൊന്നും അല്ല, അതിൻ്റെ അപ്പുറത്തുള്ള സ്വർഗീയ യാഥാർത്ഥ്യമാണ്. അതിന്റെ മിസ്റ്ററിയെ കുറിച്ച് വാക്കുകൊണ്ട് പറയാൻ എളുപ്പമല്ലല്ലോ. ഞാൻ അതിന്റെ പുറത്തുനിന്ന് മനസ്സിലാക്കാവുന്ന ദൂരെ നിന്നുള്ള കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത്. ഈ വരങ്ങളാണ് കൂദാശകളിലൂടെ തരുന്നത്, അത് അനുഭവിക്കേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിന് മുന്നേ ചോദ്യം വന്നിരുന്നതാണ്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവിനും കൊടുക്കുക, നിന്റെ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകുന്നവനോട് തിരികെ ചോദിക്കരുത്. ലൂക്ക 6:30. കഴിഞ്ഞ ദിവസം ഒരു പ്രബോധനം കേട്ടു. നിങ്ങളിൽ നിന്ന് അനീതിപരമായി ആരെങ്കിലും എന്തെങ്കിലും തട്ടിയെടുത്താൽ അധികം തിരികെ ലഭിക്കുവാനായി പോരാടണമെന്ന്. അത് അവനോടുള്ള സ്നേഹത്തെ പ്രതി, അവന്റെ ആത്മാവിന്റെ രക്ഷയെപ്രതി ആയിരിക്കണമെന്ന്. അത് ഭർത്താവായാലും മാതാപിതാക്കളായാലും സഹോദരങ്ങളായാലും എന്ന്. ഇല്ലെങ്കിൽ അവരുടെ ആത്മനാശത്തിന് കാരണക്കാർ നമ്മളാകുകയും നമ്മൾ നീതിവിധി നേരിടേണ്ടി വരികയും ചെയ്യുമെന്നായിരുന്നു ആ പ്രബോധനം. ഇതിൽ എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? പൂർണ്ണമായും ക്ഷമിക്കുവാനും വിട്ടുകൊടുക്കുവാനും നമ്മൾ തയ്യാറായാൽ അത് തെറ്റാകുമോ? നമ്മൾ ഈ പറഞ്ഞത് രണ്ടും ശരിയാണ്. അതായത് ആദ്യത്തെ ഭാഗത്തിന്റെ ഒരു ഒരു പ്രധാന വ്യാഖ്യാനത്തോട് ചേർന്ന് പോകുന്ന വ്യാഖ്യാനം തന്നെയാണ് കേട്ടത്. അതിനകത്ത് കുഴപ്പമില്ല, തെറ്റില്ല. കാരണം കർത്താവ് നമ്മളോട് പറഞ്ഞു, നിന്നോട് എതിർക്കുന്നവൻ അത് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്കുണ്ടാകേണ്ട ഉദാരത ഏത് എക്സ്ട്രീം വരെ പോകണമെന്നാണ്. നമ്മുടെ ബാക്കി വരുന്നത് കൊടുക്കുക എന്നതല്ല, നമ്മളെ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്ന കാര്യത്തിന്റെ വിശദീകരണമാണ് ഈശോ പറയുന്നത്. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, ശത്രു നമ്മളെ ആക്രമിക്കുന്നു, അവനെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു, ഓക്കെ, അവനെ സ്നേഹത്തോടു കൂടി അവന് കൊടുത്തേ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് അതിന്റെ നല്ല വളരെ ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. ചില ക്ലാസിക് നോവലിനകത്തുള്ള ഒരു കാര്യം, ഒരു ബിഷപ്പ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, തിരിക്കാലികൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന, വിക്ടർ ഹ്യൂഗോയുടെ ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ അല്ലെ, എടുത്തോണ്ട് പോകുന്നു. പോലീസ് പിടിച്ചുകൊണ്ട് വരുമ്പം മെത്രാന്റെ അടുത്ത്, പിതാവിന്റെ വെള്ളിത്തിരിക്കാലുകൾ ഇയാൾ മോഷ്ടിച്ചുകൊണ്ട് വരുന്നതും ഞാൻ അവന് കൊടുത്തതാണല്ലോ, അവന് വെറുതെ വിട്ടേക്കൂ എന്ന് പറയുന്ന കഥകളൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെ കവർന്നെടുക്കുന്ന, നമ്മളെ ആക്രമിക്കുന്ന ആളുകളോട് പോലും നമ്മൾ മിശിഹായുടെ സ്നേഹം കാണിക്കണം എന്നുള്ള ക്രൈസ്തവ സ്നേഹത്തിന്റെ അടയാളമാണ് സുശേഷം സംസാരിക്കുന്നത്. ഇനി അതൊരിക്കലും അനീതികളെ നിരന്തരമായി വെറുതെ സഹിക്കണമെന്ന് അർത്ഥമാക്കുന്നില്ല. അനീതി സഹിക്കാം, പക്ഷെ സഹിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട് എന്ന് കരുതരുത് എന്നാണ്. കാരണം എന്താ പറയുക, അനീതിയെ ഉദാഹരണത്തിന് ഈശോ തന്റെ കുരിശുമരണത്തിന്റെ സമയത്ത് ഈശോയെ അടിച്ചു. ഈശോ മിണ്ടാണ്ടിരിക്കല്ല, വലതുകരത്തിന് അടിക്കുന്നവന് ഇടതുകരം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ഈശോ, അല്ല, ഇടതുകരത്തിന് അടിക്കുന്നവന് വലതുകരം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ഈശോ എന്തടിച്ചത്? നീ എന്തിനാണ് എന്നെ അടിച്ചത് എന്നാണ് ഈശോ ചോദിക്കുന്നത്. ഉത്തരം പറ, എന്തിനാണ് എന്നെ അടിച്ചത്? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് പറ, അല്ലെങ്കിൽ നീ എന്തിനെന്നെ അടിച്ചു അത് പറ. പക്ഷെ ഈശോ അടികൊള്ളാൻ അടിയാണ് എന്ന് വെച്ചാൽ അത് ചോദിക്കുക എന്ന് പറയുന്നത് ഈശോ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് മറ്റൊരർത്ഥമില്ല. ഇനി ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാള് നമ്മളോട് അനീതി പ്രവർത്തിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് തിരുസഭയുടെ ഒരു സംവിധാനം, ഒരു വിദ്യാലയം, സഭയുടെ ഒരു വിദ്യാലയം, ആ വിദ്യാലയത്തിൽ ഒരാൾ ആ വിദ്യാലയത്തെ നശിപ്പിക്കുന്നു, അതിനെ അപകീർത്തിപ്പെടുത്തുന്നു, നശിപ്പിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആര് ശത്രു കാണിച്ചാലും അങ്ങനെയല്ല, അനേകരുടെ നന്മയ്ക്ക് വേണ്ടിയും ആ ആൾ തന്നെ ചെയ്യുന്നത് വഴി അയാൾക്ക് എന്ത് സംഭവിക്കും? ആ ഉപദ്രവിക്കും, നശിപ്പിക്കുന്ന വഴി ആളുടെ ആത്മരക്ഷ അപകടത്തിലാവും. അതിനുവേണ്ടി അയാളെ തിരുത്താനുള്ള കടമ, ആ ആളെ ക്രമപ്പെടുത്താനുള്ള കടമ നമുക്കുണ്ട്. അത് സ്നേഹത്തോടെയും പറഞ്ഞു മനസ്സിലാക്കിയും ഉചിതമായും ചെയ്യണമെന്ന് പറയുന്നതിനകത്ത് തെറ്റില്ല. അപ്പൊ ഇത് നമുക്ക് എവിടെയൊക്കെ വിവേചിച്ചറിയാന്ന് ചോദിച്ചാൽ, പൊതുവിൽ നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യാം. ഇനി ഓരോ കോൺക്രീറ്റ് കേസ് വരുമ്പം അജപാലകരെ സമീപിക്കുക, അവരെ കേൾക്കുക, എന്നിട്ട് കൃത്യമായ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്, അതായത് കേസ് ടു കേസ് അതിനെ വേറെ കാണണം. നമ്മൾ പൊതുവെ അങ്ങനെ അങ്ങോട്ട് കൺവേർട്സ് എടുക്കാൻ പറ്റില്ല. ഇതൊരു ബേസിക് പ്രിൻസിപ്പിൾ പറഞ്ഞാണ്.
അങ്ങനെ കേസ് ടു കേസ് ഒരാവശ്യം വരുവാണെങ്കിൽ അവനെ സമീപിച്ച് ആ കാര്യം അവതരിപ്പിച്ച് നമുക്ക് അതിന്റെ ശരിയായ ഒരു ഇതിലേക്ക് പോകാൻ പറ്റും. അച്ഛാ ഈശോമിശിഹായിരിക്കട്ടെ. ആണോ? അച്ഛാ, ഇന്നത്തെ ക്ലാസ് നല്ലൊരു ഇതായിരുന്നു. ഈ പ്രസാദപരം നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ചോദ്യത്തിലേക്ക് വരുവാണ്. കല്യാണം, അതായത് നമ്മൾ വിവാഹം എന്ന കുദാശ ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിൽ പലപ്പോഴും ആൾക്കാരൊക്കെ എക്സ്പാട്രിയേറ്റ് ആയിട്ട് പല രാജ്യങ്ങളിൽ പോകുന്നു, മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പം ഈ പലപ്പോഴും ഈ ക്രിസ്ത്യൻസ് അല്ലെ നമ്മൾ കത്തോലിക്കരല്ലാത്തവരുമായിട്ട് കല്യാണം നടക്കുന്നുണ്ട് ഒത്തിരി. അപ്പൊ അത് പേരൻസിനൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനുണ്ട് പല കേസിൽ. അപ്പം അവര് പിള്ളേര് പള്ളിയിൽ പോകുന്നവരൊക്കെ ആണെങ്കിലും പക്ഷെ ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത് വിശ്വാസിയായിരിക്കില്ല. അങ്ങനെയുള്ള കേസിൽ പ്രസാദപരം കിട്ടുമോ? അത് നമുക്ക് എങ്ങനെ നമുക്ക് അതിനെ പരിപാലിച്ച് കൊണ്ടുപോകാൻ പറ്റും? കൃപാവരം പ്രസാദപരം കിട്ടുന്നത് സാക്രമെന്റൽ മാരേജിനകത്ത് മാത്രമാണ്. നോൺ സാക്രമെന്റൽ മാരേജ് പള്ളിയിൽ വെച്ച് നടന്നാലും അതിനകത്ത് കൗദാശിക പ്രസാദപരമില്ല, ഉറപ്പായിട്ടുമില്ല. എന്ന് വെച്ചാൽ പള്ളിക്കകത്ത് വെച്ച് ചിലപ്പോൾ നോൺ സാക്രമെന്റൽ മാരേജ് നടത്തും. ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്നാണ് എന്നെ വിളിക്കണമല്ലോ. അതായത് അതെന്തിനാണ് എന്നുള്ള വേറെ വിഷയമാണ്. അങ്ങനെ നടത്തും. അത് കൂദാശയല്ല, അതുകൊണ്ട് തന്നെ കൗദാശിക പ്രസാദവർക്കില്ല. പിന്നെ എന്തിനാണ് ഇത് പള്ളിയിൽ നടത്തണമെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എത്രയേ ഉള്ളൂ. 2 പേര്, ഉദാഹരണം ഒരു സഭയുടെ ഒരു മകൻ അല്ലെ ഒരു മകൾ, നമുക്ക് വേറൊരു മാർഗ്ഗമില്ല, കല്യാണം കഴിക്കല്ല, അപ്പോൾ ഉള്ളു പ്രഗ്നന്റ് ആയി, ഈ കല്യാണം നടത്തുകയല്ലാണ്ട് വേറെ ഓപ്ഷനും ഇല്ല. നമുക്ക് എന്തായാലും ചെയ്യാവുന്ന 2 കാര്യമുള്ളൂ. ഒന്നുകിൽ അവരെ പുറത്താക്കുക, അല്ലേ? പുറത്താക്കി എന്ത് പറ്റും? അവർ ഓരോ തലമുറകളും നഷ്ടപ്പെട്ടു പോകും. ഇവക്കൊരു മാനസാന്തരത്തിനുള്ള സാധ്യത പോലും ഇല്ലാതെ. രണ്ടാമത്തേത് കർത്താവ് പറയുന്ന കാര്യം, അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മൂലം വിശുദ്ധീകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ പ്രത്യാശ വെച്ചിട്ട് കാത്തിരിക്കുക. അപ്പൊ അതിനുവേണ്ടി സിവിൽ സൊസൈറ്റിയിൽ, അതായത് രജിസ്റ്റർ കല്യാണം നടക്കുന്നത് പോലെ തന്നെ പള്ളിയിൽ വെച്ച് ഒരു രജിസ്റ്റർ കല്യാണം നടത്തുന്നു. ഒരു സിമ്പിൾ ബ്ലെസ്സിങ് ഒക്കെ കൊടുത്ത് ഒരു രജിസ്റ്റർ കല്യാണം നടത്തുന്നു പള്ളിക്കകത്ത് വെച്ച്. അതുവഴി എന്തുണ്ടാവും? നമ്മൾ സഭ പ്രതീക്ഷിക്കുകയാണ് നാളെ കാര്യമുള്ളൊരു തിന്മയൊക്കെ ചെയ്തു, പക്ഷേ ഇവളുടെ വിശ്വാസവും ഇവൾ സ്വീകരിച്ചുള്ള കൃപാവരങ്ങളും ഒക്കെ കണ്ടും അനുഭവിച്ചും മറ്റേ ആൾ കൂടെ അതിനോട് ചേരും. അങ്ങനെ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. കുറെ കാലം കഴിയും പ്രായമൊക്കെ ആകുമ്പം നമ്മൾ എന്തിനാ ഇങ്ങനെ ഉണ്ടായിട്ട് ഞാനിവിടെ അങ്ങ് മാമൂസ മുങ്ങ എന്ന് പറയുന്ന ഒത്തിരി ആളുകളെ കണ്ടിട്ടുണ്ട്. പോകുന്നവരുണ്ട് കേട്ടോ. അപ്പം അതുവഴി ഇനി മാത്രമല്ല, ഇത് നടത്തുമ്പം നമ്മൾ കാര്യം എഴുതി മേടിക്കും. കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ മാമൂസ മുക്കണം, വിശ്വാസത്തിൽ വളർത്തണം, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ കുഞ്ഞുങ്ങളെ സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഉദ്ദേശമുള്ളൂ. പക്ഷെ അതിനകത്ത് അവർക്ക് വിവാഹത്തിന്റെ കൗദാശിക കൃപാവരങ്ങളില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങ് പറഞ്ഞ പോലെ ഈ കൃപാവരത്തെക്കുറിച്ച് വേണ്ട വിധത്തിൽ പഠിപ്പിച്ചാൽ ഒത്തിരി പേര് ഈ തിന്മയിൽ ചാടാതെ രക്ഷപ്പെടും. കൂദാശയെക്കുറിച്ചും വിവാഹത്തിന്റെ മഹത്വത്തെക്കുറിച്ചും വിവാഹം കഴിക്കുന്നത് ആരാണെന്നും അതിന്റെയൊക്കെ പ്രസാദപരം മാമോദിസ സ്വീകരിച്ചാൽ ഒരു വ്യക്തി മിശിഹായുടെ അവയവമാണെന്നുള്ള കാര്യമൊക്കെ ആഴത്തെ ചെറുപ്പം മുതൽ ബോധ്യപ്പെടുത്തിയാൽ വളരെ എളുപ്പത്തിൽ ഇതിനകത്ത് പോയി വിടാതിരിക്കാൻ സഹായകരമാകും. ഒത്തിരി പേർക്ക് ഒത്തിരി പ്രൊട്ടക്ഷൻ ഉണ്ടാകും. നമ്മളത് ചെയ്യാത്തതിന്റെ പ്രശ്നമുണ്ട്. ഞാനൊരു നമ്മള് ഭൂമിയില് നമ്മളൊരു കുഞ്ഞിനെ ദത്തെടുക്കുമ്പോൾ നമ്മൾ വസ്തുവകളൊക്കെ കൊടുക്കുന്ന അതുണ്ടല്ലോ. പക്ഷെ നമ്മള് മാമോദിസയിലൂടെ നമ്മള് ദത്തുപുത്രനല്ല ദൈവപുത്രൻ തന്നെയായിട്ട് മാറ്റപ്പെടുകയാണ്. കാരണം ദൈവിക ജീവന് നമുക്ക് ലഭിക്കുകയല്ലേ, ദൈവിക ജീവൻ ഒന്നാക്കട്ടെ. അപ്പം ദൈവം മകൻ അല്ലെ മകളായി മാറുമല്ലേ ശരിക്കും, അല്ലെ? ദൈവപുത്രൻ ദത്തുപുത്രൻ എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ജനിച്ച ശേഷമാണ് ദൈവം നമുക്ക് തരുന്നത്, നമ്മൾ ഏറ്റെടുക്കുക. അല്ലാണ്ട് ദൈവത്തിൽ നിന്ന് അങ്ങ് പുറപ്പെടുവല്ല. നമ്മൾ ഒരിക്കൽ ട്രിനിറ്റേറിയൻ എന്ന പോലെ നമ്മൾ ദൈവത്തിൽ നിന്ന് പുറപ്പെടുവല്ല. ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കാവുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ, അല്ലെങ്കിൽ ദൈവപുത്രൻ എന്നുള്ള പദം ഈശോ മിശിഹായ്ക്ക് മാത്രം. കാരണം എന്താണ്? ഈശോ ദൈവത്തിന്റെ മകനായതുകൊണ്ടല്ല, പകരം ദൈവത്തിൽ നിന്ന് തുടരുന്നു. ദൈവത്തിന്റെ തുടർച്ചയും ദൈവത്തിന്റെ എറ്റേണൽ പൊസഷനും ഭാഗവും ഒക്കെ ആയതുകൊണ്ടാണ്. സൃഷ്ടിയെ ദൈവം സൃഷ്ടിച്ച ശേഷം തന്റെ ജീവൻ കൊടുത്ത് സ്വന്തമാക്കുവാണ്. അതുകൊണ്ടാണ് ദത്തുപുത്രൻ എന്ന് വിളിക്കുന്നത്. ഇഫക്റ്റിൽ സെയിം ആണ്, പക്ഷെ അതിന്റെ ഒറിജിനാണ് ഈ വാക്കിനെ വ്യത്യസ്തപ്പെടുത്തുന്നത്. ഈശോ പറയുന്നുണ്ടല്ലോ, ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നു അവരെ ദൈവങ്ങളത് പോലാണ് വിളിച്ചു, അല്ലെ? ആ ഒരു ജീവനിൽ ഒന്നാക്കി തീർത്തു, അല്ലെ? ഒന്നാക്കി തീർത്തല്ലോ. ശരിയാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഓർക്കണം, ദത്തുമകൻ എന്ന് പറഞ്ഞാലും മകൻ തന്നെയാണ്. സിവിൽ കണക്കിൽ മകൻ തന്നെയാണ്. പക്ഷെ ആ വാക്ക് സൂചിപ്പിക്കുന്നത് അവർക്ക് നേരിട്ട് ജനിച്ചതായിരുന്നില്ല എന്ന് മാത്രമാണ്. ആ വാക്ക് സിവിൽ സൊസൈറ്റിയിൽ അത് ഉപയോഗിക്കാറ് പോലുമില്ല. മാത്രമല്ല, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടില് ഒരു ദത്ത മകനുണ്ട്, അവർക്ക് പിന്നീട് ഒരു മകൾ ജനിച്ചു, ഇവരുടെ കല്യാണം നടത്താൻ പറ്റത്തില്ല. കാരണം ശരിക്കും മകൻ തന്നെയാണ്. സ്വത്തിന് അവന് തുല്യമായ അവകാശമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മകനാണ്. പക്ഷെ അവൻ മറ്റേ ആളെ പോലെ മകനായിരുന്നില്ല, ദത്തെടുത്തിട്ട് മകനായതാണ്.
ഇത്ര വ്യത്യാസമുള്ളൂ. മകൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല. ദൈവമക്കൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുമാണ്. പക്ഷെ അതിന്റെ ഒറിജിനൽ കാര്യം പറയുമ്പോൾ മാത്രം ഇത് കൂട്ടിച്ചേർക്കണം. താങ്ക് യു. അച്ഛാ ഈശോ വിശ്വസിച്ചിരിക്കട്ടെ. അച്ഛാ ചോദ്യം അവസാനത്തെ ഇതിൽ നിന്നാണ്. നമ്മള് ആത്മാവിനെ കെടുത്തിക്കളയുകയല്ല, എല്ലാം പരിശോധിച്ചറിയുകയും നന്മയായതിനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കുക? ഒരു തീരുമാനം എടുത്തത് അത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്നെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? പൊതുവിൽ എല്ലാ കാര്യത്തെ കുറിച്ചല്ല, വരങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. വരങ്ങൾ, ഒരു വരം വിനിയോഗിക്കപ്പെടുന്നത് അത് വരമാണോ അതോ വെറും ഒരാളുടെ കഴിവാണോ? ഉദാഹരണത്തിന് രോഗശാന്തി വരും. ഒരാള് എന്താ പറയാ, ഈ പ്ലാസിബോ എഫക്റ്റ് ഉപയോഗിച്ച് ആളുകൾ സുഖപ്പെടുത്തുന്നു. പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അവർക്ക് തന്നെ അങ്ങനെ അനുഭവപ്പെടുന്നതുകൊണ്ട് അങ്ങനെ. മറുവശത്ത് ഒരാൾ രോഗസൗഖ്യം കൊടുക്കുന്നു, വരം ഉപയോഗിക്കുന്നു. ഇതിനകത്ത് ഏതാണ് വരം എന്ന് വിവേചിച്ചറിയണമെന്നാണ് സഭ പറഞ്ഞത്. അതായത് വരങ്ങൾ പോലെ തോന്നിപ്പിക്കുന്നതെല്ലാം വരമാകണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? ഉദാഹരണത്തിന് ഒരാൾ ഭാഷാവരം ഉപയോഗിക്കുന്നു, അവിടെ പിന്നെ ഉപയോഗിച്ചറിഞ്ഞാലും പ്രത്യേകിച്ച് മറ്റാരെ അഫക്റ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അതിനെ പരിഗണിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഭാഷാവരം, നമുക്ക് ഇനി ഭാഷാവരം ഉണ്ടാക്കാം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വിവേചനം നടത്താം. അപ്പൊ ഇത് അജപാലകർ അതിനെ വിവേചിക്കണമെന്നാണ്. അതിനെന്തൊക്കെ ഉപയോഗിക്കണം? ഒന്ന്, അതിന്റെ ഫലങ്ങൾ പരിശോധിക്കണം. രണ്ട്, ഡോക്ട്രൈനൽ ആക്യുറസി ഉണ്ടോ എന്ന് നോക്കണം. അത് സഭയുടെ പ്രബോധനങ്ങൾക്കും വിശുദ്ധീകരണത്തിന്റെ പാരമ്പര്യത്തിനും ഒക്കെ ചേർന്ന വിധത്തിലാണോ അത് കാണപ്പെടുന്നത് എന്നതിനെ കുറിച്ച് നോക്കണം. ഇനി ഇത് എവിടെ നിന്ന് പുറപ്പെടുന്നതാണ്? അങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ പരിശോധിക്കുകയും പ്രാർത്ഥിച്ചറിയുകയും ഒക്കെ ചെയ്ത് ഇതിലൊരു കോൺക്രീറ്റ് കേസിനകത്തേക്ക് വരുമ്പോഴത്തേനും വേണമെങ്കിൽ ഒരു കമ്മീഷൻ വെച്ചും ഒക്കെ പിതാവ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്തിട്ട് പിതാവ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. ചെറിയ കേസുകൾക്കകത്ത് ഉദാഹരണത്തിന് ഒരു ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർച്ചന് അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹശുശ്രൂഷകരുടെ, അൽമായ ശുശ്രൂഷകരുടെ വരങ്ങളുടെ കാര്യത്തിൽ വിവേചനാധികാരമുണ്ട്. എന്നിട്ട് ഒപ്പം അത് പിതാവിനോട് കൺസൾട്ട് ചെയ്തുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ അർത്ഥത്തിലാണ്, അല്ലാണ്ട് എടുക്കുന്ന ഓരോ തീരുമാനത്തിന്റെ കാര്യത്തെ കുറിച്ചല്ല പറഞ്ഞത്. എനിക്ക് വരങ്ങളുടെ കാര്യത്തിൽ കുറച്ച് ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസും കുറച്ച് ഞാനിങ്ങനെ ഈ നമ്മുടെ അച്ഛൻ ഈ വരങ്ങളെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഈ ടാൻ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പബ്ലിക്കേഷന് കുറച്ച് ബുക്സ് ഒക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് ഈ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഷോർട്ട് ടോക്സ് കേട്ടപ്പം ഈ ഇപ്പോഴത്തെ രീതിയിലുള്ള ഭാഷാവരം എന്ന് പറയുമ്പം അതിനകത്ത് അവർ പറഞ്ഞേക്കുന്ന ബ്ലാബറിങ് എന്ന രീതിയിലാണ് ഇങ്ങനെ പറയുന്നത്, ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ. പക്ഷേ ട്രഡീഷണലി സ്പീക്കിംഗ് ഈ ഒരു ഭാഷാപരം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഒരു ഭാഷയിൽ സംസാരിക്കുന്നത് പത്രോസ് അപ്പോസ്തലൻ എന്ന് സംസാരിച്ചപ്പോൾ ബാക്കിയുള്ളവർ കേട്ട ആ ഒരു രീതിയിലുള്ള ഒരു ഭാഷാപരം. പിന്നെ അല്ലെങ്കിൽ ഭാഷകൾ മനസ്സിലാകുന്ന. അപ്പം അതിലുപരിയായിട്ട് നമ്മളിപ്പോ ഈ ഒരു പറയുന്ന രീതിയിലുള്ള ഒരു ഭാഷാപരത്തില് അതൊരു രീതിയിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ പൈശാചിക ബാധ്യതയായിട്ടുള്ളവര് അവരേതാ ഭാഷ സംസാരിക്കുന്നത് അവർക്ക് അറിഞ്ഞൂടാ, അവർക്കറിയാത്ത, ഇപ്പൊ സംസ്കൃതം, ഒരു ഇംഗ്ലീഷുകാരൊരു സംസ്കൃതം പറയുന്ന പോലെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ചാനലിലൂടെ ആക്ച്വലി ദൈവാത്മാവിനും അതുപോലെ തന്നെ പിശാചിനും പ്രവർത്തിക്കാം. അപ്പം നമുക്കറിയാത്ത ഒരു ഭാഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എൻകറേജ് ചെയ്യുന്നത് കൊണ്ട് വ്യക്തിപരമായിട്ടോ സഭയ്ക്കോ എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് അലൻ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഒന്നാമത്തെ കാര്യം എന്താണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലരും പല വിധത്തിൽ എഴുതും. അവിടെ നല്ല നമ്മൾ കേൾക്കേണ്ടത് തിരുസഭ ഔദ്യോഗികമായി എന്ത് പഠിപ്പിക്കുന്നു എന്ന് മാത്രമാണ് കേൾക്കേണ്ടത്. ഇനി വരങ്ങൾ ഇത് രണ്ടും രണ്ടാണ്. അലൻ പറഞ്ഞ രണ്ടും രണ്ടാണ്. ഒന്ന് ഭാഷാപരവും മറ്റത് ഭാഷണപരവുമാണ്. ഗിഫ്റ്റ് ഓഫ് ടങ് എന്നും ഗിഫ്റ്റ് ഓഫ് ലാംഗ്വേജ് എന്നും പറയുന്ന രണ്ട് വരങ്ങളാണിത്. ഗിഫ്റ്റ് ഓഫ് ലാംഗ്വേജ് ആണ് ആദിമസഭയിൽ പത്രോസിന്റെ പ്രസംഗം ഓരോരുത്തർ അവരവരുടെ ഭാഷയിൽ കേട്ടത്. ഭാഷാപരം എന്ന് പറയുന്നത് ആദിമസഭയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളുടെ പ്രാർത്ഥനയ്ക്ക്, സ്വകാര്യ പ്രാർത്ഥനയ്ക്ക്, ജനക്കൂട്ടത്തിനകത്ത് പോലുമല്ല, സ്വകാര്യ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ദൈവത്തോട് സംസാരിക്കാൻ ഒരാൾ ഉപയോഗിക്കുന്ന തന്റെ ശരീരമാണ്. അതിന്റെ സ്വരങ്ങളും ഒക്കെ കൂടി ചേരുന്നതാണ്. അപ്പൊ അതിന് നിയതമായൊരു നിയമമോ അങ്ങനെയൊന്നുമില്ല. അതിന്റെ നിയമം എന്ന് പറയുന്നത് അത് ജെന്യൂൻ ആണോ, ദൈവത്തോടാണോ അയാൾ സംസാരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് അതിനകത്തെ കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഭാഷണപരം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിനകത്ത് വിവേചനം എന്ന് പറഞ്ഞ കാര്യം ഉണ്ടെന്ന് വേണമെന്ന് പറഞ്ഞത്. ഒരു പിശാചു ബാധിതന് വേണമെങ്കിൽ പല ഭാഷയിൽ സംസാരിക്കാൻ പറ്റും ഇൻ റയർ കേസസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അയാളുടെ ഭാഷണപരമായിരുന്നു, ഗിഫ്റ്റ് ഓഫ് ലാംഗ്വേജ് ആയിരുന്നു വിചാരിക്കാൻ പറ്റില്ല. അത് തീരുമാനിക്കേണ്ടത് അജപാലകരാണെന്നാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ? അത് തീരുമാനിക്കേണ്ട അജപാലകർ, മെത്രാന്മാരാണ്.
അവരുടെ അടുത്തുനിന്ന് അത് കേൾക്കാവൂ. അല്ലാതെ നമ്മൾ കണ്ണി കണ്ട പുസ്തകങ്ങളിൽ നിന്ന് അവിടെ ഇവിടെ ആൾക്കാർ എഴുതുന്നതിൽ നിന്ന് ഓരോരുത്തർ പറയുന്നതിനെ അല്ല സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ അങ്ങ് വിട്ട് കളഞ്ഞേക്കാം. വരമാണെങ്കിൽ അതിന്റെ നന്മ ഉണ്ടായിക്കോളും. നമുക്കത് വരമാണോ എന്ന് അറിയാനുള്ള അമിതമായ ജിജ്ഞാസ ആവശ്യമില്ല. അസം ഈ ഭാഷ ഒരാൾ മറ്റൊരു ഭാഷയിൽ ഇപ്പൊ സംസ്കൃതം പറഞ്ഞുകൊണ്ട് അയാൾ ആളെ കൂട്ടുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമാകുന്ന സമയത്ത് സഭ അതിനകത്ത് ഇടപെടണം. അത് വരമാണോ അല്ലയോ എന്ന് കൃത്യമായി പരിശോധിക്കും. ഇനി ഒരാൾ വെറുതെ മറ്റൊരു ഭാഷ പറഞ്ഞാൽ നടക്കുവാണ്, അയാളെ പോട്ടെ, പിശാച് ബാധയുണ്ടെങ്കിൽ അയാളെ ആ വഴിക്ക് ട്രീറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. എന്താ പറയാ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ വെച്ചാൽ നമുക്ക് ആക്ച്വലി ഇതിപ്പം പരിശുദ്ധാത്മാവ് മുഖേനയാണ് വരുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ള ഏക സഭ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ്. അപ്പം ഇതിന് വെളിയിലുള്ള സഭകൾ, ഫോർ എക്സാമ്പിൾ ഓർത്തഡോക്സ് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭകളിലുള്ള ആൾക്കാർ ഇങ്ങനെ ഭാഷണവരോ അല്ലെങ്കിൽ ഭാഷാവരെ ഉപയോഗിക്കുമ്പം അത് ആക്ച്വലി പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വെളിയിൽ പ്രവർത്തിക്കുമോ? ഓക്കെ, അവര് ആ പ്രവർത്തനം എനിക്ക് മനസ്സിലായത്തോളം ആ പ്രവർത്തനം അവരെ സത്യ കത്തോലിക്ക സഭയിലോട്ട് കൊണ്ടുവരാനുള്ള രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും. അല്ലാതെ അവര് വീണ്ടും ആ ഒരു സത്യമല്ലാത്ത ഒരു സഭയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആത്മാവ് പ്രവർത്തിക്കുന്നത്. അതായത് മാമോദീസയും തൈലാഭിഷേകവും വാലിഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കൃപാവരം വാലിഡാണ്. മനസ്സിലായോ? അതായത് അപ്പസ്തോലിക ശ്ലൈഹിക സഭകൾക്കകത്തൊക്കെ അത് വാലിഡാണ്. അതായത് സഭയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ, സെക്റ്റുകൾ ഇത്യാദിയായ കാര്യങ്ങൾക്ക് അവ വാലിഡല്ല എന്ന് മാത്രമേ. മനസ്സിലായി? എന്നാൽ അതേസമയം ആ പിരിഞ്ഞിരിക്കുന്ന സഹോദര സഭകൾ നമ്മൾ വിളിക്കുന്നവ, അവര് ശരിക്കും പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും ഈശോയുടെ ഏക സഭയിലേക്ക് കൂടിച്ചേരാനുള്ള പ്രചോദനം അവർക്ക് കൊടുക്കുകയും ചെയ്യും. പക്ഷെ അതുവരെയും ആ വരങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് പരിശുദ്ധ റൂഹായിൽ നിന്നും ഞങ്ങൾക്ക് നൽകുന്ന വ്യത്യസ്തങ്ങളായ വരദാനങ്ങളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഏറ്റവും പ്രധാനമായി സവിശേഷമായ കൗദാശിക കൃപാവരത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഭൂമിയിൽ ജീവിക്കുന്ന നിസ്സാരരും ബലഹീനരും ഭൗമികരുമായ ഞങ്ങളെ സ്വർഗീയ യാഥാർത്ഥ്യങ്ങളിലേക്ക് അടുപ്പിക്കുന്ന, സ്വർഗീയ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന, സ്വർഗീയരാക്കി മാറ്റുന്ന വലിയ ദാനമാണ് കൗദാശിക കൃപാവരങ്ങൾ. അനുദിന കൂദാശകൾ സ്വീകരിക്കുന്ന ഞങ്ങൾ, ആരാധനാക്രമത്തോട് പങ്കുചേരുന്ന ഞങ്ങളെ ഈ കൂദാശകളുടെ ആന്തരിക ശക്തിയിൽ വളർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.